സ്വാഗതം. ഡിബേറ്റിലേക്ക് എല്ലാവർക്കും നമ്മളോടൊപ്പം അതിഥികൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും. ശ്രീ വി വസീഫ് CPM ൽ നിന്ന്, ശ്രീ രാജു പി നായർ കോൺഗ്രസിൽ നിന്ന്, ശ്രീ ഷാബു പ്രസാദ് വലത് നിരീക്ഷകൻ, എ സജീവൻ രാഷ്ട്രീയ നിരീക്ഷകൻ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ. ശ്രീ ഷാബു പ്രസാദ്, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ശ്രീ ഷാബു പ്രസാദ്, കേരളത്തിന്റെ അഭിമാന ദിവസമാകേണ്ടിയിരുന്ന ദിവസമാണ് ഇന്ന്. കേരളം ദീർഘകാലമായി ഇച്ഛിക്കുന്ന, ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന, ശ്രമം നടത്തിയ, ഇച്ഛാശക്തിയോടെയുള്ള തീരുമാനം കൈക്കൊണ്ടതിനു ശേഷമാണ് ദേശീയപാത യാഥാർത്ഥ്യമാകുന്നത്. അതിന്റെ ഉദ്ഘാടന ചടങ്ങിന് പ്രധാനമന്ത്രി എത്തുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഏറെ സന്തോഷത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയ വേദിയിൽ പറയുകയും ചെയ്തത്. അതായത് കേരളം പ്രതീക്ഷിച്ചിരുന്ന, കേരളം ആദരവോടുകൂടി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ കാത്തിരുന്ന ദിവസം ആ ചടങ്ങ് ബഹിഷ്കരിക്കേണ്ടി വരുന്ന നിലയിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കടക്കം പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായതിന് എന്തെങ്കിലും ന്യായീകരണമുണ്ടോ? അല്ല, ഇത് ഇവിടെ എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ചടങ്ങ് ബഹിഷ്കരിച്ചത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നതാണല്ലോ, അദ്ദേഹം അവിടെ ഉണ്ടാവേണ്ടിയിരുന്നതാണല്ലോ. അത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ PMO ഇത് അറിയിച്ചിരുന്നതാണല്ലോ. എന്തിനാണ് കേരള മുഖ്യമന്ത്രി ഈ ചടങ്ങ് ബഹിഷ്കരിച്ചത്? കേരള സർക്കാർ ഈ ചടങ്ങ് ബഹിഷ്കരിച്ചത്? അറിയാഴികയല്ല. കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പരിപാടി തയ്യാറാക്കിയാൽ അത് നടത്താൻ ശ്രമിക്കുകയും തീരുമാനമെടുക്കുകയും അതിനുള്ള തയ്യാറെടുപ്പ് എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നതാണ് അഭിമാനം എന്ന് സ്വാഭാവികമായും ചിന്തിക്കും. ശരി, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തിനു ബഹിഷ്കരിച്ചു എന്ന് അങ്ങ് ചോദിക്കുന്നു. കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ എന്തിനു ഒഴിവാക്കി? അല്ല, ഇവിടെ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി മാത്രമല്ലല്ലോ, കേന്ദ്ര റോഡ് ട്രാൻസ്പോർട്ട് മന്ത്രി ഈ സ്റ്റേജിൽ ഉണ്ടായിരുന്നില്ലല്ലോ. 67,000 കോടി രൂപ കേരളത്തിൽ മുടക്കിയ കേന്ദ്ര സർക്കാരിന്റെ, കേന്ദ്ര ഗവൺമെന്റിന്റെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രി ഈ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. അല്ല, മഹനീയ സാന്നിധ്യം എന്ന നിലയ്ക്ക് വെച്ചിരുന്നല്ലോ, എന്ന നിലയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. അതിലും മഹനീയ സാന്നിധ്യത്തിന്റെ പട്ടികയിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ പോലും ഇല്ലല്ലോ. കേരളത്തിന്റെ നോക്കൂ, കേന്ദ്ര സർക്കാരിന്റെ ആരൊക്കെ അവിടെ കൊണ്ടുവരണം എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. കേരളത്തിന്റെ ആരൊക്കെ ഉണ്ടാകണം എന്നുള്ളത് കേരളത്തിന്റെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടു എന്ന ചോദ്യം കേന്ദ്രമന്ത്രി ചോദിക്കുന്നില്ലല്ലോ. പക്ഷെ നമുക്ക് ആ ചോദ്യമുണ്ട്. അല്ല, ആർക്കാണ് ചോദിക്കാൻ വയ്യാത്തത്? എനിക്ക് ചോദിച്ചൂടെ? അല്ല, അങ്ങ് ചോദിക്കുന്നില്ലല്ലോ. അങ്ങേക്കത് ഒഴിവാക്കലായി തോന്നുന്നില്ലല്ലോ. കേരളത്തിന്റെ ഭരണത്തലവൻ ആരാണ്? കേരളത്തിന്റെ ഭരണത്തലവനാണ് കേരള മുഖ്യമന്ത്രിയാണ്. ആ കേരള മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും സർക്കാരിനെയും മുഴുവൻ റെപ്രസെന്റ് ചെയ്യുന്ന കേരളത്തിന്റെ ഭരണത്തലവനാണ് അവിടെ. അദ്ദേഹം ഉണ്ടായിരിക്കേണ്ട സ്റ്റേജിൽ അദ്ദേഹം എന്റെ ഒരു മന്ത്രി വന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം വരുന്നില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. മര്യാദാരഹിതമായ പെരുമാറ്റം എന്ന നേരത്തെ MP രാജേഷ് പറഞ്ഞത് കേട്ടു. അദ്ദേഹത്തിന് ക്ഷണമുണ്ടായിരുന്നു. അല്ല, ആ തരത്തിൽ മര്യാദ കാണിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിനോട് എങ്ങനെ പെരുമാറണം എന്നത് സംബന്ധിച്ച രാഷ്ട്രീയ തീരുമാനം ഇവിടെ ഉണ്ടാകുമല്ലോ. നോക്കൂ, ഇത് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. ശരി, അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് അദ്ദേഹത്തെ സംബോധന ചെയ്യുന്നത് എന്താണ്? മരുമകൻ എന്ന്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ ഉണ്ടല്ലോ. അദ്ദേഹം എങ്ങനെയാണ് മുൻ കേന്ദ്രമന്ത്രി എന്ന പദവി വെച്ചുകൊണ്ടാണ്. മുൻ കേന്ദ്രമന്ത്രിമാർ ഇവിടെ എത്ര പേരുണ്ട്? മുല്ലപ്പള്ളി രാമചന്ദ്രനില്ലേ? AK ആന്റണിയില്ലേ? വിളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ കയറുന്നത് എന്ന് വേണമെങ്കിൽ ഇവിടെ നിന്ന് ആരോപിച്ചുകൂടെ? എന്തുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ വിളിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയാണ് നിരന്നിന്ന് BJP നേതാക്കൾ. മാധു, തെരഞ്ഞെടുപ്പാണ് എടുക്കുന്നത്. രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ എല്ലാ രീതിയിലും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇവിടെ ഫാസിസ്റ്റ്, വർഗീയ ഫാസിസ്റ്റ്, മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയും ഇവിടെയുള്ള കോൺഗ്രസ് അല്ലെങ്കിൽ ഈ CPM-കാരെ അധിക്ഷേപിക്കാറൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ എന്താണ്, വലിയ ക്രിമിനൽ കുറ്റമൊന്നുമല്ല. അതൊക്കെ ഇവിടെ ആ രീതിയിലുള്ള വ്യക്തിധിക്ഷേപം എന്ന് പറയുന്നത് എല്ലായിടത്തും ആർക്കു നേരെയാണ് എങ്കിലും അത് അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ മരുമകൻ മാത്രമായി ചുരുക്കി കാണുന്നു. അതെന്ത് രാഷ്ട്രീയമാണ്? എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ്? അങ്ങനെയും കാണാനുള്ള അവകാശം അവകാശമൊന്നുമില്ല. അല്ലല്ല, ആളുകളെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ അവകാശമായി കാണുക അല്പമനസ്സുകളാണ്. അല്ല, മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നുള്ളതാണോ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പ്രൊഫൈൽ? ആണോ? മുഖ്യമന്ത്രിയുടെ മരുമകനാണ് മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് അപമാനമാണോ കേരളത്തിൽ? അല്ല, മരുമകനെ വിളിക്കണമെന്ന് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പ്രൊഫൈലിനെ, അദ്ദേഹത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന പദവിയെ മുഴുവൻ റദ്ദ് ചെയ്തുകൊണ്ട് കേവലം മരുമകൻ എന്ന നിലയ്ക്ക് ചുരുക്കി കാണിക്കലാണ്. ഷാബു പ്രസാദിന് ഞാൻ താഴെ ആരുടെയെങ്കിലും മരുമകന്റെ ഡെസിഗ്നേഷൻ എഴുതി വെച്ചാൽ മതിയോ? പോരല്ലോ.
രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് തന്നെ എഴുതി വെക്കണ്ടേ? മരുമകൻ മോശമായതുകൊണ്ട് എഴുതി വെച്ചതാണോ എന്ന് ഞാൻ ചോദിച്ചാൽ മതിയോ? മാധു ആ മാധു അങ്ങനെയും സംബോധന ചെയ്യാൻ, അങ്ങനെയും വിശേഷിപ്പിക്കാൻ ഇവിടെ അവകാശമുണ്ടെന്നേ. ഇവിടെ അങ്ങനെയൊന്നുമല്ല ശ്രീ ഷാബു പ്രസാദ്, ഞാൻ അങ്ങയോട് പല വിഷയങ്ങളിൽ ഇപ്പൊ നോക്കൂ, അങ്ങ് രാഷ്ട്രീയം മാത്രമല്ല ചർച്ച ചെയ്യാൻ വരാറ്, അങ്ങ് ശാസ്ത്രീയ വിഷയങ്ങളിൽ ചർച്ച ചെയ്യാറുണ്ട്. അങ്ങ് ഒരു പ്രസാധകനാണ്, ആ നിലയ്ക്ക് ഞാൻ അങ്ങയോടൊപ്പം ചർച്ചയിൽ ഇരുന്നിട്ടുണ്ട്. ആ സമയത്ത് അങ്ങ് എന്നോട് ഇതുവരെ ആരുടെയെങ്കിലും മരുമകൻ എന്ന് എഴുതി വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയല്ല, വ്യക്തിപരമായി അല്ല മനുഷ്യനെ അഡ്രസ് ചെയ്യേണ്ടത്. അദ്ദേഹത്തിന് കൃത്യമായി ഈ സംസ്ഥാനത്തിന്റെ ക്യാബിനറ്റിൽ ഒരു പദവിയുണ്ട്, അത് പൊതുമരാമത്ത് വകുപ്പ് ആണ്. സ്വാഭാവികമായും ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹത്തെ ആ പ്രൊഫൈലിൽ വിളിക്കേണ്ടതാണ്. ശരി, വിളിച്ചില്ല, ഞങ്ങൾ വിളിച്ചില്ല എന്ന് നേരിട്ട് രാഷ്ട്രീയം പറയുക എന്നതിനപ്പുറത്ത് അദ്ദേഹത്തെ കുറച്ച് കാണിക്കുക, അദ്ദേഹത്തെ രാഷ്ട്രീയമായി കുറച്ച് കാണിക്കുക, എങ്ങനെയാണത് സാധ്യമാകുന്നത്? മാധു ഇവിടെ ഇരിക്കുന്ന പാനലിസ്റ്റുകളും ഇതേപോലെ തന്നെ മാതൃഭൂമിയുടെയും പല റിപ്പോർട്ടറിന്റെയും പല മീഡിയകളുടെയും പ്ലാറ്റ്ഫോമില് രാജീവ് ചന്ദ്രശേഖരൻ എന്താണ് അമ്മായിയപ്പന്റെ ചെലവിൽ വന്ന അല്ലെങ്കിൽ അങ്ങനെ പണക്കാരനായ ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് വിശേഷിപ്പിച്ചിട്ടില്ലേ ഇവിടുത്തെ മീഡിയകളില്? ആര് വിശേഷിപ്പിച്ചു? എനിക്കറിയില്ല. അല്ല, ആര് വിശേഷിപ്പിച്ചു? അതിനെയൊക്കെ അങ്ങനെ കണ്ടാ മതി. അല്ല, ആര് വിശേഷിപ്പിച്ചു? അല്ല, അത്തരം ആരോപണമൊന്നും ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമത്തിന് നേരെ ഉയർത്തിക്കൊണ്ട് പോകരുത്. അത് ശരിയല്ല ശ്രീ ഷാബു പ്രസാദ്. ആര് വിശേഷിപ്പിച്ചോ? രാജീവ് ചന്ദ്രശേഖരനെ മരുമകൻ എന്ന് വിശേഷിപ്പിച്ചോ? സ്വന്തം തലയിൽ തപ്പി നോക്കല്ലേ കൂടെയുണ്ടോ എന്ന്. മാധു, അവർ അധിക്ഷേപമല്ല. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ കുടുംബാധിപത്യത്തിന്റെ പിന്തുടർച്ചക്കാരെന്ന് വിശേഷിപ്പിക്കാൻ ഇതെല്ലാം അരാഷ്ട്രീയമാണ്. ഇവിടെ ആരും അങ്ങനെ വിശേഷിപ്പിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ കേട്ടിട്ടുമില്ല ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ചർച്ചയിൽ അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ ചോദിക്കുന്നത് അതെങ്ങനെയാണ് അവകാശമാകുന്നത്? കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ മരുമകൻ എന്ന് അഭിസംബോധന ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നത് ആരുടെയും അവകാശമല്ല, അതിന് അധിക്ഷേപം എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ഇപ്പോൾ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് നമ്മളോടൊപ്പം തത്സമയമുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് പോയതിനു ശേഷം അങ്ങയിലേക്ക് വരാം. ശ്രീ മുഹമ്മദ് റിയാസ്, എന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടു എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ഷാബു പ്രസാദ്, ദയവ് ചെയ്ത് വഴങ്ങണം. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ മുഹമ്മദ് റിയാസ്, എന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടു എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? അല്ല, അതിൻ്റെ ഉത്തരം പറയേണ്ടത് കേന്ദ്ര സർക്കാരും BJPയുടെ ഈ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുമാണ്. അവർ ചില പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടുണ്ടല്ലോ. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് മാധു ചോദിച്ച ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. യഥാർത്ഥത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ചില BJP നേതാക്കന്മാരുടെ പ്രതികരണമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. പക്ഷെ ഒരു കാര്യം വളരെ വസ്തുതാപരമാണ്. NH-66 കേരളത്തിൽ പൂർത്തീകരിക്കുന്നതിന് കേരളത്തിലെ സംസ്ഥാന സർക്കാർ വഹിച്ചിട്ടുള്ള പങ്ക് ആർക്കും നിഷേധിക്കാനാകില്ല. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിന് പണം ചെലവഴിച്ചത് LDF സർക്കാരാണ് എന്നുള്ളത് നിഷേധിക്കാൻ ആർക്കെങ്കിലും ആകുമോ? ശ്രീ നിതിൻ ഗഡ്കരി ഇടതുപക്ഷ നേതാവല്ല, BJPയുടെ നേതാവും കൂടിയാണ്, കേന്ദ്രമന്ത്രി മാത്രമല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പോലെ തന്നെ BJPയിൽ അതേ ഘട്ടത്തിൽ പ്രവർത്തിച്ചു വന്ന വ്യക്തിയാണ്. അദ്ദേഹം എത്ര തവണ കേരള മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ചിട്ടുണ്ട്? ഒന്നോ രണ്ടോ തവണയല്ലല്ലോ. മരണപ്പെട്ട ഈ പദ്ധതി ജീവൻ വെപ്പിച്ച് യാഥാർത്ഥ്യമാക്കിയത് LDF സർക്കാരാണെന്ന് ഞങ്ങൾ മാത്രമല്ല പറഞ്ഞത്, ശ്രീ നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ, തലവൻ, റീജിയണൽ ഓഫീസറാണ്. ആ റീജിയണൽ ഓഫീസർമാരുടെ പ്രസ്താവനകൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കണം. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ കേരളത്തെ കണ്ടുപഠിക്കണം. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ദേശീയപാത പ്രവൃത്തി വേഗത്തിലാക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കുന്ന എഫേർട്ട്, അത് എല്ലാ നിലയിലും അഭിനന്ദനാർഹമാണ്. ഇത് പറഞ്ഞത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസറാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഉദ്ഘാടന പരിപാടിയിൽ നിന്നും ആരെങ്കിലും സൈഡ് ലൈൻ ചെയ്തതുകൊണ്ട് ഇതിന്റെ ചരിത്രം, ഇതിൽ LDF ഗവൺമെന്റ് വഹിച്ചിട്ടുള്ള പങ്ക് ഇതൊന്നും മാറ്റിക്കളയാനാകില്ല. ഇവിടെ എല്ലാവരും ഒന്നിക്കേണ്ട ഘട്ടത്തിൽ ഒന്നിക്കണ്ടേ? അതല്ലേ രാഷ്ട്രീയ മര്യാദ. ബഹിഷ്കരിക്കാനുള്ള തീരുമാനമെടുക്കുന്നു, സമാന്തരമായ റോഡ് ഷോയും ഉദ്ഘാടനവും അടക്കം. അതായത് പര്യാപ്തമായ രാഷ്ട്രീയ മറുപടി ഉണ്ടാകണമെന്ന തീരുമാനം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അല്ല, ഇതൊരു പ്രതീകാത്മകമായ പ്രതിഷേധമാണ്. ഞാൻ അപ്പം തന്നെ പറഞ്ഞല്ലോ, റിപ്പോർട്ടർ TVയോടും പറഞ്ഞു, ഉദ്ഘാടനവും മറ്റും പ്രധാനമന്ത്രി നടത്തട്ടെ. പക്ഷേ ഈ ദേശീയപാത യാഥാർത്ഥ്യമാക്കുന്നതിന്, പ്രത്യേകിച്ച് ഞങ്ങളിന്ന് യാത്ര ചെയ്ത കോഴിക്കോട് ബൈപ്പാസ് 2021 മെയ് 20 ഈ ഗവൺമെൻറ് വരുമ്പോൾ എന്തായിരുന്നു അതിൻ്റെ സ്ഥിതി, അത് എങ്ങനെ മാറി, എല്ലാ ജനങ്ങൾക്കും അറിയാതെ. അപ്പം അതിലൂടെ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഇടപെട്ട ജനപ്രതിനിധികൾ, സാമൂഹിക പ്രവർത്തകർ എല്ലാവരും ഒരു പ്രതീകാത്മകമായ പ്രതിഷേധ റോഡ് ഷോ ആണ് നടത്തിയത്.
അത് തീർച്ചയായിട്ടും ആ നിലയിലാണ്. ഉദ്ഘാടനമൊക്കെ പ്രധാനമന്ത്രി ചെയ്തോട്ടെ, പക്ഷേ അതുപോലെ റോഡ് ഷോ നടത്താനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? അതെന്താ ഇങ്ങനെ എന്തോ ഒരു തെറ്റായ സംഭവമായിട്ട് കാണുന്നത്? പ്രധാനമന്ത്രിയല്ല ഉദ്ഘാടനം ചെയ്യാൻ അർഹൻ എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഇതിനു വേണ്ടി ഞങ്ങൾക്കൊപ്പം നിന്ന് എല്ലാ നിലയിലും ഇടപെട്ട ശ്രീ നിതിൻ ഗഡ്കരി ഇന്ന് വരാത്തതിനെ കുറിച്ച് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടില്ല. അതൊക്കെ മറ്റുള്ളവർ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഇവിടെ പ്രധാനമന്ത്രി ഉദ്ഘാടനത്തിന് അർഹനല്ല എന്ന് പറഞ്ഞൊരു സമാന്തര ഉദ്ഘാടനമല്ല നടത്തിയത്. അങ്ങനെ ചില BJP നേതാക്കൾ പറയുന്നത് കേട്ടു. അങ്ങനെയല്ല, ഇത് ഒരു പ്രതീകാത്മകമായ പ്രതിഷേധമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു നാട് തെരഞ്ഞെടുത്ത ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ അർഹതപ്പെട്ട പരിപാടികളിൽ നിന്നും ചവിട്ടി പുറത്താക്കുന്നതിന് തുല്യമായ സമീപനം സ്വീകരിക്കുന്നു, പിന്നെ വ്യക്തി അധിക്ഷേപം നടത്തുന്നു. അതിനെതിരെയുള്ള ഒരു പ്രതികരണമാണ്. അതിൽ കണ്ടിട്ടില്ലേ ഈ 2-2.5 മണിക്കൂറുള്ള റോഡ് ഷോയിൽ ഓരോ ഇടങ്ങളിൽ നിന്നും എത്ര ആളുകളാണ് കൂടി വന്നത്? എങ്ങനെ ഈ പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് തീരുമാനിച്ച പരിപാടിയിൽ ഇത്രയധികം ആളുകൾ വരിക? എന്തുകൊണ്ട് ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ വരുന്നു? റോഡ് സൈഡിൽ ആളുകൾ നിന്ന് അഭിവാദ്യം അർപ്പിക്കുന്നു. അപ്പോൾ ഇതൊരു ന്യായമായ പ്രശ്നമാണ്. എന്താണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ കാരണമെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് BJP നേതാക്കൾ തന്നെ പറഞ്ഞു. ഞാൻ ചൂരൽമല ദുരന്തത്തിലെ വീട് നിർമ്മിച്ച് നൽകിയ പരിപാടിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് വേറെ നിലയിൽ ചില വിവാദങ്ങളുണ്ടായി. എന്നാൽ വിട്ടുപോയൊരു കാര്യം ഉണ്ടായില്ല. മുഖ്യമന്ത്രി അല്ലാതെ ഞങ്ങൾ 4 മന്ത്രിമാർ ആ പരിപാടി പങ്കെടുത്തിരുന്നു. അധ്യക്ഷ പ്രസംഗം റവന്യൂ മന്ത്രിയായിരുന്നു. പിന്നെ പ്രസംഗത്തിൽ പേരുള്ള 3 മന്ത്രിമാരുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി വന്നപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ആലോചിച്ചു പറഞ്ഞു, വയനാട്ടിൽ നിന്നുള്ള ശ്രീ കേളു മിനിസ്റ്റർ മാത്രം സംസാരിച്ചാൽ മതി, ഞാനും ശശീന്ദ്രൻ മിനിസ്റ്റർ സംസാരിക്കുന്നില്ല. അതിനുശേഷം അവിടുത്തെ MLA സംസാരിക്കട്ടെ. MLA UDF ആണ്, കൽപ്പറ്റ MLA. ഞങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനം എടുക്കാം, 2 മന്ത്രിമാരും MLAയും സംസാരിക്കുന്നില്ല എന്ന്. പക്ഷേ MLA അവിടുത്തെ MLA ആണ്, അതുകൊണ്ട് സംസാരിക്കട്ടെ എന്നുള്ള തീരുമാനം ഞങ്ങൾ എടുത്തു. അതൊരു രാഷ്ട്രീയ മാന്യതയാണ്. അതാണ് കേരളം വെച്ചു പുലർത്തേണ്ടത്. എല്ലാവരെയും മാത്രമല്ല, നോക്കൂ, ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അങ്ങയുടെ ആ സ്ഥാനം അതിനെ മതിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, അങ്ങ് തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ നിന്നുകൊണ്ടുള്ള വ്യക്തിയധിക്ഷേപം കൂടി നടക്കുകയാണ്. ഇതിപ്പോ ഈ കുറെ കാലമായി ഇത് തുടങ്ങിയിട്ട്, പക്ഷെ അതിന്റെ എല്ലാ പരിധികളും ലംഘിക്കപ്പെടുക കൂടിയാണ്. അതും ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ്. എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ അപ്പോൾ ഒന്നും കേട്ടിട്ടില്ല. ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ ഈ കുറച്ച് നേരത്തെ ചിലത് കേൾപ്പിച്ചു. എന്തൊക്കെയാ പറഞ്ഞത്? മതവർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്ന നിലയിലേക്കുള്ള പ്രസ്താവനകളല്ലേ ചില BJP നേതാക്കന്മാർ നടത്തിയത്? അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം? എന്ത് ബന്ധം വെച്ചിട്ടാണ് ഉത്തരവാദിത്തപ്പെട്ട BJP നേതാക്കന്മാർ അങ്ങനെ സംസാരിക്കുന്നത്? അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇത്തരം കാര്യങ്ങളിൽ എന്തുകൊണ്ട് ഇങ്ങനെ സമീപനം സ്വീകരിക്കുക എന്നുള്ളത് നാട് ചർച്ച ചെയ്യാണ്. വ്യക്തി അധിക്ഷേപം നടത്തുക, വ്യക്തിഹത്യ നടത്തുക, അതിലൂടെ ഒരു മനുഷ്യൻ്റെ ആത്മവിശ്വാസം തകർത്ത് കളയാമെന്നാണ് ചിലരുടെ വ്യാമോഹം. 5 വർഷം മന്ത്രി എന്നുള്ള ചുമതല വഹിക്കുന്ന ഘട്ടത്തിൽ ഇതുപോലെ ചില കോണുകളിൽ നിന്നും, എല്ലായിടത്തുനിന്നും ഞാൻ പറയുന്നില്ല, ചില കോണുകളിൽ നിന്നും ഇത്തരം വ്യക്തി അധിക്ഷേപം വല്ലാത്ത നിലയിൽ ഏറ്റൊരു വ്യക്തിയാണ് ഞാൻ. മറ്റു മന്ത്രിമാർക്കൊക്കെ വിമർശനം ഏൽക്കാറുണ്ട്. എന്നാൽ ഒരു മന്ത്രിയുടെയും ചരിത്രത്തെ തമസ്കരിച്ചിട്ടില്ല. ഒരു മന്ത്രിയെയും വ്യക്തി അധിക്ഷേപം നടത്തി കഴിവില്ലാത്ത അർഹനല്ലാത്ത ആളെന്ന് അധിക്ഷേപിച്ചിട്ടില്ല. എന്നാൽ ഈ അധിക്ഷേപം ഈ 5 കൊല്ലത്തിനിടയിൽ ചില കോണുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. അന്നൊന്നും അതേ ഭാഷയിൽ മറുപടി പറഞ്ഞിട്ടില്ല, ഇന്നും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിലൊക്കെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നല്ല ധാരണയുണ്ട്. അത് UDF ആയാലും LDF ആയാലും BJP ആയാലും ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇല്ലാത്തവരുമായ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അത് അംഗീകരിക്കില്ല എന്നുള്ള നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് അത് ആലോചിച്ച് ആകെ നിരാശപ്പെടുന്ന ഒരു നിലപാടല്ല ഇതുവരെ സ്വീകരിച്ചത്. ഇന്നിപ്പോൾ ഉയർത്തുന്ന മറ്റൊരു വലിയ വിമർശനം എന്ന് പറയുന്നത്, ദേശീയപാതയെ സംബന്ധിച്ചിടത്തോളം ആ മുതൽ ക്ഷ വരെ അത് കേന്ദ്ര സർക്കാരിന്റെ ചുമതലയാണ്, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചുമതലയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ എന്തിന് മറ്റുള്ളവർക്ക് ആ പ്രാതിനിധ്യം കൊടുക്കണം എന്നുള്ളതും? ദേശീയപാതയുടെ നിർമ്മാണം, ഡിസൈൻ, അലൈൻമെന്റ് ഇതെല്ലാം ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനാണ്. അത് ആർക്കാ തർക്കം? ആർക്കും വലിയ തർക്കമില്ലല്ലോ, ഒരു സംശയമില്ലല്ലോ. ഇവിടെ ചോദ്യം, ഫണ്ട് 5600 കോടി രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെലവഴിച്ചോ ഇല്ലയോ? ചെലവഴിച്ചിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമല്ലേ ഇവിടെ ചോദ്യം. കടമെടുപ്പ് പരിധിയിൽ ഈ ഫണ്ടിനെ പെടുത്തിയില്ലേ? അപ്പോൾ ഡബിളായില്ലേ, 12000 കോടി ആയില്ലേ? അതും ആർക്കും നിഷേധിക്കാനാകില്ലല്ലോ. ഇവിടെ ചോദ്യം, വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് മറ്റൊരു സ്റ്റേറ്റിലും ഇല്ലാത്ത നിലയിൽ തുടർച്ചയായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഇടപെട്ടില്ലേ? അതാർക്കും നിഷേധിക്കാൻ പറ്റുമോ? ഇനി ഇതൊന്നുമില്ല മാധവ്, ഇതൊന്നുമില്ല. ഫണ്ട് മറ്റ് സ്റ്റേറ്റിൽ ചെയ്തതുപോലെ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 5 പൈസ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചില്ല എന്ന് കരുതൂ, ഏകോപനത്തിന് ഇടപെട്ടില്ലെന്ന് കരുതൂ, എന്നാലും പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വിളിക്കണ്ടേ? ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് എന്നുള്ളതിൽ വിളിക്കണ്ടേ? ന്യായമല്ലേ ഇതൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയാണ് നിലപാട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെ
ആ അർത്ഥത്തിൽ കാണാതെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആശയപരമായ ആരോഗ്യകരമായ സംവാദമാണ്. ഒരു മന്ത്രി നന്നായി ഇടപെട്ടു, ചിലപ്പോൾ ചീത്തയായി ഇടപെട്ടു. ചീത്തയായി ഇടപെട്ടാൽ വിമർശിക്കണം, തെറ്റുണ്ടെങ്കിൽ ശക്തമായി വിമർശിക്കണം. എന്നാൽ ഇവിടെ മന്ത്രിയുടെ പ്രവർത്തനത്തെയല്ല വിലയിരുത്തുന്നത്. ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ ചാടി വീണ് വ്യക്തി അധിക്ഷേപം നടത്തി ആകെ ഭയപ്പെടുത്തി കളയാമെന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് ശരിയാണോ? ഇത് ശരിയായ ബിജെപി സംസ്ഥാന അധ്യക്ഷന് നേരിട്ട് മറുപടി ഉണ്ടോ? പറഞ്ഞിട്ടുള്ള വാക്കുകൾ അല്ല, നേരിട്ട് മറുപടി എന്നുള്ള നിലയിൽ ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരമല്ല എൻ്റെ രാഷ്ട്രീയ സംസ്കാരം. എന്നെ എൻ്റെ പ്രസ്ഥാനം പഠിപ്പിച്ചതും വളർത്തിയതും അങ്ങനെയല്ല. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണാനുള്ള നിലപാടാണ്, ആശയപരമായ സംവാദമാണ്. അതിന് പറ്റാതെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ കൊഞ്ഞനം കുത്തുന്ന നിലപാട് സ്വീകരിക്കുന്നത്. അതിന് പറ്റാതെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഈ നിലയിൽ അപസ്മാര പോലെ ഇങ്ങനെ വായി തോന്നിയൊക്കെ വിളിച്ചു പറയുന്ന സ്ഥിതി വരുന്നത്, അത്തരം സമീപനം സ്വീകരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതിന് അതേ അർത്ഥത്തിൽ മറുപടി പറയാൻ പോയാൽ കുറേ പറയാനുണ്ട്. ഞാൻ പക്ഷേ അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല, പറയാനും ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഇത് ആദ്യമായിട്ടല്ല പറയുന്നത്. അദ്ദേഹവും ഈ BJP-യുടെ നേതാക്കന്മാരും ഇത് ആദ്യമായിട്ടല്ല പറയുന്നത്. തുടർച്ചയായി ഈ 5 കൊല്ലം പറഞ്ഞിട്ടുണ്ട്. പല ധ്വനിയും വെച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. പല ധ്രുവീകരണ ശ്രമങ്ങളും ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ മൗനം പാലിച്ചാണ്. അത് തന്നെ തുടരാനാണ് ഇനിയും താല്പര്യം. വളരെയധികം നന്ദി ശ്രീ PM മുഹമ്മദ് റിയാസ്. തിരക്കുകൾക്കിടയിൽ ഞങ്ങളോട് സംസാരിച്ചതിന്. മറുപടി രാഷ്ട്രീയമായി പറയുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. വ്യക്തി അധിക്ഷേപത്തിന് ആ നിലയ്ക്ക് മറുപടി പറയാൻ എൻ്റെ പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ മറുപടി. ശ്രീ രാജു പി നായർ, ഇത് സംസ്ഥാനത്തോട് നേരിട്ടുള്ള വെല്ലുവിളി എന്നുള്ളതാണ് ഭരണപക്ഷത്തിന്റെ നിലപാട്. ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നതും സമാനമായ ചോദ്യമാണ്. ഇതിപ്പോൾ അവരുടെ വീട്ടിലെ കാര്യമൊന്നുമല്ലല്ലോ, അവരുടെ പരിപാടിയാണോ, പിന്നെ എന്തുകൊണ്ടാണ് മന്ത്രിയെ വിളിക്കാതിരുന്നത് എന്ന ചോദ്യമാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് പൊതുവായ സംസ്ഥാനത്തോട് ഈ വെല്ലുവിളി? അല്ല, ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് മുതൽ പഞ്ചായത്ത് മെമ്പർ വരെ ഉള്ളതാണ് ഭരണ സംവിധാനം. ആ ഭരണ സംവിധാനം മുഴുവൻ ചലിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എല്ലാം ഈ രാജ്യത്തെ നികുതി കൊടുക്കുന്ന പൗരൻ്റെ ആ നികുതി പണം വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഏതൊരു വികസന പ്രവർത്തനവും ഈ നാടിലെ മുഴുവൻ പൗരന്മാർക്ക് അവകാശപ്പെട്ടതും എല്ലാ സർക്കാരുകൾക്ക് അവകാശപ്പെട്ടതും എല്ലാ ഭരണ സംവിധാനങ്ങൾക്ക് അവകാശപ്പെട്ടതുമാണ്. അവിടെ ഫെഡറലിസത്തിൻ്റെ എല്ലാ തത്വങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ നടന്ന ഈ ദേശീയപാത വികസനത്തിൻ്റെ ദേശീയപാത ഉദ്ഘാടനം. എന്തായാലും ഉദ്ഘാടനം എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരത്ത് നിന്ന് ദേശീയപാതയിലൂടെ വന്ന ഒരാളാണ്. ദേശീയപാതയിൽ നിന്ന് ഭൂരിഭാഗം സ്ഥലവും പണി കഴിഞ്ഞിട്ടില്ലാത്തൊരു സ്ഥലം അവിടെ നിൽക്കട്ടെ. പക്ഷേ അത്തരത്തിലുള്ള ഉദ്ഘാടനത്തിൽ നിന്ന് കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രിയെ മാറ്റി നിർത്തിയത് തീർച്ചും അനുചിതമാണ്. അത് BJP അനാവശ്യമായ ഒരു വിവാദമുണ്ടാക്കിയോ അല്ലെങ്കിൽ അത് സംസ്ഥാനത്തോട് കാണിച്ച ഏറ്റവും വലിയൊരു മോശമായ പ്രവൃത്തിയാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കം ഒന്നുമില്ല. ഒരുപക്ഷെ പലപ്പോഴും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇതും ഒരു PR വർക്കിൻ്റെ ഭാഗമാണ് എന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞാനത് സംശയത്തിൻ്റെ മുന്നിൽ നിർത്തുന്നു, ഞാൻ അതിനകത്ത് കടക്കുന്നില്ല. പക്ഷേ ഇവിടെ വേറൊരു വശവും കൂടിയുണ്ട്. ആ വശം എന്ന് പറയുന്നത് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞപ്പോൾ പോലും BJP-യുടെ അതേ ലൈനിലാണ് മുഹമ്മദ് റിയാസ് മറുപടി പറയുന്നത്. എന്താ അദ്ദേഹം പറയുന്നത്? ഇത് മുഴുവൻ LDF-ന് അവകാശപ്പെട്ടതാണ്. അല്ല, LDF-ന് അവകാശപ്പെട്ടതൊന്നല്ല. ഇത് തുടർച്ചയായിട്ട് വന്ന സർക്കാരുകൾ സാക്ഷാത്കരിച്ച ഏറ്റവും വലിയൊരു പ്രോജക്റ്റും സ്വപ്നവുമാണ്. അതിന് തർക്കമൊന്നുമില്ല. കാരണം ഈ പ്രോജക്റ്റ് തുടങ്ങുന്നത് തന്നെ നരേന്ദ്രമോദിക്കും മുൻപുള്ള മൻമോഹൻ സിംഗിൻ്റെ സമയത്താണ്. മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് 60 മീറ്റർ വീതിയിലുള്ള റോഡിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അന്ന് അതിനെ എതിർത്തതിൽ CPM ഉണ്ടായിരുന്നു, കോൺഗ്രസും ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അത് തർക്കമൊന്നുമില്ല. ഞങ്ങൾ കാപട്യത്തോടുകൂടി മറുപടി പറയില്ല, എല്ലാവരും ഉണ്ടായിരുന്നു. 2010 VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ച് ആ സർവകക്ഷി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ 30 മീറ്ററിൽ കൂടുതൽ ഈ റോഡ് ആവശ്യമില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തതിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ് സ്ഥലമേറ്റെടുക്കൽ നടപടി നിർത്തിവെച്ചത്. അദ്ദേഹമാണ് ഈ സർവകക്ഷി യോഗത്തിൻ്റെ പ്രതിനിധിയായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കണ്ട് അത് 30 മീറ്ററിൽ ചുരുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അതിനുശേഷം ഭരണമാറ്റം ഉണ്ടായി, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ പദ്ധതി വീണ്ടും പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു കാരണവശാലും 45 മീറ്ററിൽ താഴത്തേക്കില്ല എന്നുള്ള നിലപാടെടുത്തു. അവസാനം അതല്ലാതെ മറ്റു മാർഗമില്ല എന്ന് ജനങ്ങളുടെ എല്ലാം പ്രതിരോധവും അല്ലെങ്കിൽ അതിനകത്തുള്ള വിമർശനവും പ്രതിഷേധവും എല്ലാം നിലനിൽക്കുമ്പോൾ 45 മീറ്ററിൽ ചുരുക്കാൻ കഴിയില്ല, അതുകൊണ്ട് 45 മീറ്ററിൽ ദേശീയപാത വികസനം പൂർത്തിയാക്കാൻ കേരളം തയ്യാറെടുത്തിരിക്കുന്നു, തീരുമാനിച്ചിരിക്കുന്നു, അതുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്തുൾപ്പെടെ
ആ 45 മീറ്റർ അംഗീകരിക്കാൻ കഴിയില്ല, 30 മീറ്റർ മതി എന്ന് പറഞ്ഞ് നിയമസഭയിൽ പ്രതിഷേധിച്ചതും പുറത്ത് സമരം നടത്തിയതും CPM ആയിരുന്നു. ഒരു സംശയവും വേണ്ട, CPM തന്നെയാണ്. പിന്നെ അതിനകത്ത് ഈ പ്രതിഷേധം കനത്ത് നിൽക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കോമ്പൻസേഷനാണ്. ആ കോമ്പൻസേഷൻ 2013, 2014, 2015 വരെയുള്ള കാലഘട്ടത്തിൽ അന്ന് നിലനിന്ന നിയമത്തിനനുസരിച്ച് അത് പര്യാപ്തമായിട്ടൊരു കോമ്പൻസേഷൻ അല്ല എന്നുള്ളത് സത്യമാണ്. പൊന്നും വില പോലും അവർക്ക് നഷ്ടപ്പെടുന്ന ഭൂമിക്ക് കൃത്യമായൊരു നഷ്ടപരിഹാരം ആവുന്നില്ല എന്നുള്ളത് പ്രശ്നമാണ്. അത് പരിഹരിക്കപ്പെട്ടത് 2013 UPA ഗവൺമെൻറ് പുതുതായി ഭൂമി ഏറ്റെടുക്കൽ നിയമം ഭേദഗതി ചെയ്യുകയും അത് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഈ മാർക്കറ്റ് വിലയുടെ 3-4 ഇരട്ടി വെച്ച് കൊടുക്കാനുള്ള ഒരു സാഹചര്യം തുറന്നു വരികയും ചെയ്ത് 2015 അതിൻ്റെ ചട്ടവും രൂപീകരിച്ചപ്പോൾ ആ ചട്ടം രൂപീകരിക്കപ്പെട്ടതോട് വീണ്ടും ഭരണമാറ്റം ഉണ്ടായി. പിണറായി വിജയൻ വന്നപ്പോൾ ആ വർദ്ധിപ്പിച്ച കോമ്പൻസേഷൻ ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു. അത് തീർച്ചയായിട്ടും ഭൂമി ഏറ്റെടുക്കലിന് വലിയ സഹായകരമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പണി തുടങ്ങി എന്നുള്ളതും ഈ പണി ഇപ്പോൾ ഏകദേശം 10 വർഷമായിട്ടും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ അനാവശ്യമായ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി അതിനിടയിൽ അങ്ങ് പറയാതിരുന്ന ഒരു കാര്യം, CPM ഏറ്റവും വലിയ പ്രചാരണ വിഷയമാക്കുകയും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദേശീയപാത അതോറിറ്റി അതിന്റെ ഓഫീസുകളടക്കം പൂട്ടി ഇവിടെ നിന്ന് പോയി, ഇവിടെ ഇനി ഇത് പൂർത്തിയാകില്ല എന്നുള്ള, മുന്നോട്ട് പോകില്ല എന്നുള്ള ബോധ്യത്തിൽ പോയി എന്നതും പിന്നീട് കൃത്യമായ വില കൊടുത്ത് 45 മീറ്ററാക്കി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന തീരുമാനം സർക്കാർ എടുക്കുകയും ചെയ്തതിന്റെ പേരിൽ കൂടിയാണ് അതിൽ ഏറ്റെടുക്കാനുള്ള പണം 5500-ലധികം കോടി രൂപ സ്വന്തമായി ചെലവഴിക്കാൻ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിടത്താണ് ദേശീയപാത യാഥാർത്ഥ്യമായത് എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് വരികയും ചെയ്യാം. ശ്രീ A. സജീവൻ, 30 മീറ്ററോ 45 മീറ്ററോ ചരിത്രങ്ങൾ അനവധിയുണ്ട് അതുമായി ബന്ധപ്പെട്ട. ശ്രീ രാജു പിനാർ അത് പറഞ്ഞു തുടങ്ങിയുമായിരുന്നു. ഞാൻ അതിനിടയിലാണ് അങ്ങേക്ക് വരുന്നത്. ശ്രീ A. സജീവൻ, പക്ഷേ 30 മീറ്ററോ 45 മീറ്ററോ കേരളത്തിൽ ദേശീയപാതയുടെ ഒരു സ്ട്രെച്ച് അത് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന സമയത്ത് കേരളത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പാക്കണ്ടേ? നമ്മൾ എവിടെയൊക്കെയാണ്, നമ്മൾ ഇന്ത്യയിലല്ലേ എന്ന് ചിന്തിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ബജറ്റ് വരുമ്പോൾ നമുക്കത് ചിന്തിക്കേണ്ടി വരുന്നു, പ്രധാനമന്ത്രി ഇവിടേക്ക് വരുമ്പോൾ ചിന്തിക്കേണ്ടി വരുന്നു, ഇനി മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഇലക്ഷൻ പ്രചാരണത്തിന് പോകുമ്പോൾ അവിടെയും ചിന്തിക്കേണ്ടി വരുന്നു. കാരണം അത്തരം പരാമർശങ്ങളാണ് അവിടെ പോയി ഉണ്ടാകുന്നത്. ഇവിടേക്ക് ഉദ്ഘാടനത്തിന് വരുമ്പോഴും നമ്മളത് ചിന്തിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കത് ചിന്തിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. പദ്ധതികളുടെ പേരിൽ നമുക്കത് ചിന്തിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. എന്തുകൊണ്ടാണ് ഈ തുടർ അവഗണനകൾ? അല്ല, വളരെ കൃത്യമാണ്. BJP നേതാക്കന്മാർ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇരട്ട എഞ്ചിൻ എന്ന വാക്ക്. അതായത് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും BJP ഭരിക്കുമ്പോൾ മാത്രമേ വികസനമുണ്ടാവൂ എന്ന് അവർ ആവർത്തിച്ച് പറയാറുണ്ട്. അവരുടെ ലക്ഷ്യം അതാണ്. കേരളത്തിൽ ഞങ്ങൾക്ക് ഇതുവരെ കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നമുക്കറിയാവുന്ന നേമത്ത് പണ്ടൊരു ലോട്ടറി അടിച്ചു, തൃശ്ശൂരിൽ അതേപോലെ ലോട്ടറി അടിച്ചു. ഈ 2 ലോട്ടറി അല്ലാതെ കേരളത്തിൽ നിന്ന് മറ്റൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു കെറിവുണ്ട്. BJP ഒരു ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കുകയാണെങ്കിൽ അതിൽ കേരളം കാണുന്നില്ല. കാരണം അവർ ഓരോ പ്രവർത്തനങ്ങളും ഇതേപോലെയാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ രാവിലെ പറഞ്ഞത് പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. നമ്മളിന്ന് അദ്ദേഹം എന്ത് പ്രഖ്യാപനമാണ് കേരളത്തിന് വേണ്ടി? അത് തെരഞ്ഞെടുപ്പ് അടുത്ത് വന്ന് നിൽക്കുന്നതിനിടയിൽ കേരളത്തിന് വേണ്ട എന്ത് പ്രഖ്യാപനം നടത്തി? ബജറ്റിൻ്റെ ഒരു ബജറ്റ് സമ്മേളനം നടക്കുമ്പോൾ ബജറ്റ് വായിക്കുന്നതിനിടയിൽ അത് കാഴ്ച വലിയ പ്രഖ്യാപനങ്ങൾ കേരളത്തിന് വേണ്ടി നടത്തുമെന്ന് വിചാരിച്ചിട്ട് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാവരും മാരാർ ഭവനിലൂടെ TV-ക്ക് മുമ്പിൽ നിൽക്കുകയായിരുന്നല്ലോ. പിന്നീട് അവസാനം എത്തിയപ്പോൾ അവർ കളഞ്ഞ അണ്ണാനെ പോലെ നിൽക്കുന്നത് നമ്മൾ കണ്ടാണ്. കാരണം ഒന്നുമില്ല, കേരളത്തിന് ഒന്നും കിട്ടിയില്ല, സംഭവം മാത്രമാണ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അതേപോലെ ആണ് ഇവിടെ കേരളത്തിന്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ, റിയാസ് പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ ഒന്നും ചെയ്തില്ല എങ്കിൽ പോലും, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള സംഭാവനയും ഈ ദേശീയപാതയുടെ കാര്യത്തിൽ ഉണ്ടായില്ലെങ്കിലും പരിഗണിക്കേണ്ടതല്ലേ? കാരണം ഇതൊരു ഫെഡറൽ സംവിധാനമാണ്. ഫെഡറൽ സിസ്റ്റത്തിൽ ഒരിക്കൽ പോലും കേന്ദ്രം മാത്രമല്ലല്ലോ, സംസ്ഥാനങ്ങളുടെ കൂടി ഭാഗമാണ് ഇന്ത്യ. സംസ്ഥാനങ്ങൾ ചേർന്നാണ് ഈ ഇന്ത്യ എന്ന് പറയുന്നത്. അവിടെ ഒരു കാര്യം നടക്കുമ്പോൾ ഞങ്ങൾ മാത്രമേ ഇതിൽ വേണ്ടൂ എന്ന് തീരുമാനിക്കുന്നതാണ് ഏറ്റവും മോശമായ കാര്യം. കേരളത്തെ മാറ്റുന്നതിൽ ഒരു വലിയ പ്രശ്നം കൂടി. ഇപ്പം മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ഈ ദേശീയപാത കടന്നു വന്നിട്ടുള്ള 60 മീറ്ററുള്ള സ്ഥലത്താണെങ്കിൽ പോലും അവിടെയൊന്നും ഇതേപോലെ ഉദ്ഘാടനത്തിന് ആ സംസ്ഥാനത്തെ ആരെയും വിളിച്ചില്ല എന്ന് വയ്ക്കുക.
അപ്പോൾ പോലും നമുക്ക് ഒരുപക്ഷെ വേണമെങ്കിൽ ന്യായീകരണം പറയാം. കാരണം അവിടെ സ്ഥലമെടുപ്പിന് പോലും സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ കാശ് കൊടുത്തിട്ടല്ല സ്ഥലമെടുത്തിട്ടുള്ളത്. കേരളത്തിൽ അതല്ലല്ലോ. കേരളത്തിലുള്ള സ്ഥിതി അറിയുന്നത് ഈ സ്ഥലമെടുക്കാൻ വേണ്ട പൊന്നും വില. പണ്ടൊക്കെ ഈ സർക്കാർ അക്വയർ ചെയ്യുമ്പോൾ പൊന്നും വില നൽകും, കാരണം വളരെ തുച്ഛമായ കാശേ കൊടുക്കുള്ളൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പൊന്ന് തന്നെയാണ്. പൊന്നും വില കൊടുത്തിട്ട് ഇത്രയും സ്ഥലം എടുത്തു കൊടുത്തു. അതുണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ പണി പൂർത്തിയാവാത്ത ഈ ദേശീയപാതയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കഴിയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പൊന്നും വില കൊടുത്തു എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ. അത് മതി. അല്ലാതെ അവിടെ ഈ റോഡ് ഉണ്ടാക്കുമ്പോൾ മെറ്റലിടാൻ പോയിരുന്നോ, കല്ല് ചുമക്കാൻ പോയിരുന്നോ, റിയാസ് എന്ത് അവിടേക്ക് എന്ത് പോലും ഒരു കാലത്ത് പരിഗണിക്കുന്നുണ്ടായിരുന്നില്ല. അതിനെതിരെ പ്രചാരണം നടത്തി അവസാനം റഹീമാണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ച് അതിന് മറുപടി കിട്ടുമ്പോഴാണ് വ്യക്തമാകുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം പണം ദേശീയ ഹൈവേക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചത് കേരളമാണ്. ചില സംസ്ഥാനങ്ങൾ കുറച്ച് പണമൊക്കെ ചെലവഴിച്ചിട്ടുണ്ട്, പക്ഷേ അതിന് ബദലായി കേന്ദ്രം ആ സംസ്ഥാനങ്ങളിൽ ചെലവാക്കിയത് അതിന്റെ ഇരട്ടിയിലധികമോ അതിനപ്പുറത്ത് മടങ്ങുകളാണ്. നമ്മളാണ് ഏറ്റവും അധികം പണം അതിനു വേണ്ടി ചെലവഴിച്ചത്. തീർച്ചയായിട്ടും അതാണ് നമ്മൾ ഈ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചു പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിഹിതമാണ്. അത് UDF LDF എന്നുള്ളതൊന്നുമല്ല. അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ മുഴുവൻ അവരുടെ കൂടി പങ്കാളിത്തമില്ലാതെ പറന്ന് വന്നിട്ട് ഉദ്ഘാടനം നിർവഹിച്ചു പോയാൽ രാജു പി നായർ പറഞ്ഞത് ശരിയാണ്. ഇവിടെ ഈ ദേശീയപാതയുടെ ഉദ്ഘാടനം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഈ ദേശീയപാതയുടെ പല ജില്ലകളിലൂടെയും ഈ ദേശീയപാതയിലൂടെ പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു ജില്ലയിൽ പൂർണ്ണമായിട്ട് പോകാൻ നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. പണി പൂർത്തിയാവാത്തത് ഉദ്ഘാടനം ചെയ്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ്. തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പോലും ഈ രീതിയിൽ, അതായത് ഏകാധിപത്യത്തിൻ്റെ രീതിയിൽ മറ്റാരും വേണ്ട, ഞങ്ങൾ മാത്രം മതിയെന്ന് വിചാരിക്കുന്നത് തീർത്തും തെറ്റാണ്. വേറൊരു കാര്യമുള്ളത് അപഹസിക്കുന്നത്, ഞാൻ അത് ഷാബു പ്രസാദ് നേരത്തെ പറഞ്ഞുകൊണ്ടാണ്. ഈ എന്തുകൊണ്ട് മരുമകൻ എന്ന് പറഞ്ഞാൽ മോശം വാക്കാണോ എന്ന് ചോദിച്ചു. മരുമകൻ എന്ന് പറയുന്നത് നല്ല വാക്കാണ്. പക്ഷേ മരുമകൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രയോഗിക്കുന്ന രീതി നോക്കണമല്ലോ. ഇപ്പോൾ നമ്മുടെ BJP സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച്, രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് നമുക്ക് TPG നായരുടെ മരുമകൻ എന്ന് പറഞ്ഞാൽ, രാജീവ് ചന്ദ്രശേഖർ എന്ന TPG നായരുടെ മരുമകൻ എന്ന് പറഞ്ഞാൽ എത്രമാത്രം മോശമായിരിക്കും. അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റാണ്, സംസ്ഥാന പ്രസിഡൻ്റാണ്. അതിന് ആ രീതിയിൽ കാണണം. മുഹമ്മദ് റിയാസ് ഇപ്പോൾ എന്തായാലും ഒരു സംസ്ഥാനത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തെ ആ രീതിയിൽ കണ്ടാൽ മതിയല്ലോ. അദ്ദേഹം മരുമകനാണെന്ന് പറഞ്ഞ് മോശമാക്കേണ്ട കാര്യമില്ല. അദ്ദേഹം മരുമകനായിരിക്കാം, പിതാവായിരിക്കാം, അല്ലെങ്കിൽ മകനായിരിക്കാം, ഭർത്താവായിരിക്കാം, അങ്ങനെയൊക്കെ പലതും വിശേഷണങ്ങൾ പലതും ഉണ്ടാവും. പക്ഷേ ഈ പറയുന്നതിൻ്റെ പറയുന്നതിന് ഉദ്ദേശം നോക്കണം. അപ്പോൾ നമ്മൾ സത്യത്തിൽ ഇവിടുത്തെ അത് മരുമകൻ എന്ന് വിളിച്ചോന്നല്ല എൻ്റെ പ്രശ്നം. നമ്മുടെ സംസ്ഥാനത്തെ അവഹേളിച്ചു. ഷാബു പ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ BJP നേതാക്കന്മാരെ പോലും അവമാനിച്ചു. കാരണം ഇത്രയും മോശമായ രൂപത്തിൽ ഏകാധിപത്യ രീതിയിലാണ് ഒരു ഭരണകൂടം പെരുമാറുന്നതെന്ന് നാളെ വിമർശിക്കാൻ ഇപ്പോഴത്തെ ചർച്ച പോലും BJP ഗുണം ചെയ്യില്ലല്ലോ. ഇങ്ങനെയാണോ ചെയ്യുക എന്നൊരു തോന്നലില്ല. അപ്പോൾ സത്യത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ വന്നിട്ട് ഇങ്ങനെ ക്ഷണിക്കാതിരുന്നത് വളരെ മോശമാണ്, കേരളത്തിന് അപമാനമാണ് എന്നതിൽ ഒരു സംശയമില്ല. ശരി, അത് BJP നേതാക്കൾക്ക് അത്ര അപമാനമായി തോന്നാത്തത് കൊണ്ടാണല്ലോ ആ അപമാനത്തിന് അപ്പുറത്തേക്ക് അധിക്ഷേപത്തിന് കൂടി BJP നേതാക്കൾ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തത്. ഏറ്റവും മുകളിലുള്ളവർ മുതൽ താഴെയുള്ളവർ വരെ അതിൽ പങ്കാളികളാവുകയും ചെയ്യുന്നത്. ശ്രീ V. വസീഫ്, ഇപ്പോൾ ഇന്ന് മറ്റൊരു BJP നേതാവ് പറഞ്ഞത് ഇത് കുടുംബകാര്യമല്ലല്ലോ എന്നാണ്. അതായത് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാതിരിക്കാൻ കാരണം ഇത് കുടുംബകാര്യമല്ലാത്തത് കൊണ്ടാണ് എന്നാണ്. ഇത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കുടുംബകാര്യമല്ല എങ്കിൽ കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാകുമോ? അല്ല മധു, ഈ BJPയുടെ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളോട് യഥാർത്ഥത്തിൽ പ്രതികരിക്കേണ്ടത് ഇങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളില്ലേ, അദ്ദേഹം ആരാ? അദ്ദേഹം ഇവിടെ നേരത്തെ പറഞ്ഞ ഈ മരുമോനായി നടത്തിയ ഇടപാടുകൾ നടത്തിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സഖാവ് മുഹമ്മദ് റിയാസ് DYFIയുടെ ഭാരവാഹിത്വത്തിലും ഇടതുപക്ഷ പ്രവർത്തകനുമായി ഈ തെരുവിൽ നടത്തിയ സമര പോരാട്ടങ്ങളുടെ ചരിത്രമുണ്ട്. അദ്ദേഹത്തിന് ഒരു പക്ഷേ അത് അറിയാൻ സാധ്യത കുറവാണ്. കാരണം മറ്റു പലതുമായിരുന്നു ജോലി. ഇവിടെ വന്ന് തൻ്റെ കയ്യിലെ പണം ഉപയോഗിച്ച് BJPയെ വാങ്ങി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി.
അതും വെച്ച് കേരളത്തിലെ പൊതുപ്രവർത്തകരെ വിലയിരുത്താനും മാർക്കിടാനും അദ്ദേഹം മെനക്കെടരുത്. അത്രേ അദ്ദേഹത്തോടൊക്കെ പറയാനുള്ളൂ. അതും കേട്ട് ഈ പറയുന്ന തരത്തിലേക്ക് ആക്ഷേപവുമായിട്ട് വരികയാണ് കേരളത്തിലെ BJP. അവരോടൊക്കെ എന്ത് പറയാനാ? രാജ്യത്തെ BJP എന്ന് പറയുന്നത് പണക്കാരുടെ കയ്യിലെ പാവകളായി മാറിയില്ലേ? കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എന്ത് നടപടിയും സ്വീകരിക്കുന്നവരല്ലേ ഇവർ? അവസാനം കോർപ്പറേറ്റിന് BJPയെ തന്നെ എഴുതി കൊടുത്തു, കേരള ഘടകം BJPയെ. അതിനൊന്നും ഒരു നാണവും മാനവും ഇവർക്കില്ല. എന്നിട്ട് വന്ന് വലിയ വർത്തമാനം പറയാം. അതവിടെ ഇരിക്കട്ടെ. ഇവിടെ കോൺഗ്രസിൻ്റെ നേതാവിനോട് ചെറിയ ഒരു ഒറ്റ കാര്യത്തിൽ എനിക്ക് ഒരു മറുപടി കൊടുക്കാനുള്ളത്, ഇത് ഡെക്കാൻ ക്രോണിക്കിളിൻ്റെ ഒരു വാർത്തയാണ്. NHAI പുൾസ് ഔട്ട് ഓഫ് എക്സ്പാൻഷൻ വർക്ക് ഇൻ കേരള. കേട്ടല്ലോ? 2014 10 മാസം. അടുത്തത്, കേരളത്തിലെ ഹൈവേ വികസന പദ്ധതികൾ ഉപേക്ഷിച്ചതായി കേന്ദ്രം. സംസ്ഥാനത്തെ ഹൈവേ വികസന പദ്ധതികൾ ഉപേക്ഷിച്ചെന്ന് കേന്ദ്രം. ഇത് 25 നവംബർ 2014. ഈ വാർത്ത കുറച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളുടെ പ്രതിപക്ഷ ഉപനേതാവൊക്കെയായ നേരത്തെ നിങ്ങളുടെ നേതാവൊക്കെയായ MK മുനീറിൻ്റെ ചാനൽ ഇന്ത്യ വിഷൻ്റെ വാർത്തയാണ്. കണ്ടല്ലോ? ഇനിയും നിങ്ങൾക്ക് എന്താണ് ബോധ്യപ്പെടുത്താനുള്ളത്? നിങ്ങൾ ഈ 2013 ഓർഡർ എന്നൊക്കെ പറയുന്നു. മൻമോഹൻ സിംഗിന്റെ കാലത്ത് കുറെ കാലമായില്ലേ പറയാൻ തുടങ്ങിയിട്ട്? എത്ര തവണ പറഞ്ഞു? ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. നിയമസഭക്കകത്തും അതിനെ പുറത്തും അല്ല. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ അതിലൂടെ വരാം. പിന്നെ നിങ്ങൾ ഈ NHAIയുടെ ഭൂമി ഏറ്റെടുക്കൽ പാർലമെന്റിലും രാജ്യസഭയിലും നിങ്ങൾ അവതരിപ്പിച്ച ബില്ലിൽ ഉണ്ടായിരുന്നോ? ഇല്ല. അന്ന് KN ബാലഗോപാൽ MP-യും ഇന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി കേരളത്തിന്റെ P രാജീവ് മിനിസ്റ്റർ, ഇന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി, അന്ന് പാർലമെന്റിൽ ആവശ്യപ്പെട്ടതാ NHAIയുടെ ഈ ഭൂമി ഏറ്റെടുക്കൽ കൂടി ഇതിൽ ഉൾപ്പെടുത്തണം എന്ന്. നിങ്ങളത് ചെയ്തിട്ടില്ല. നിങ്ങളോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കല്ലിട്ടാൽ മാത്രം മതി, വികസനം നടത്തേണ്ടതില്ല. വാഗ്ദാനങ്ങൾ മതി, പാലിക്കേണ്ടതില്ല. ഇതാ കേരളത്തിലെ കോൺഗ്രസ്. അതുകൊണ്ട് അതിലേക്കൊക്കെ നിൽക്ക്. പിണറായി വിജയന് നന്ദി. വിജയൻ സാർ നന്ദി. പിണറായിക്ക് ഗഡ്കരിയുടെ പ്രശംസ. ഇതൊന്നും ദേശാഭിമാനി വാർത്തകളല്ല. ശ്രീ വി വസിഫ്, അങ്ങ് പറയുന്നത് മറ്റൊരു വാർത്ത, ദേശീയപാത വികസനം അട്ടിമറിച്ചത്. രണ്ടുപേർ പറയുന്നതിലും വസ്തുതകളുണ്ട്. രണ്ടും അർത്ഥസത്യങ്ങളായതിന്റെ പ്രശ്നമാണ്. അതായത് ഇവിടെ നിന്ന് സർവകക്ഷി യോഗം ചേർന്ന് VS-ന്റെ കാലത്ത് സർവകക്ഷി യോഗം ചേർന്ന് 30 മീറ്റർ മതി എന്ന തീരുമാനമെടുത്തു. ശേഷം ദില്ലിയിലേക്ക് പോയി ആ സർവകക്ഷി സംഘം. VS ഉണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്, മറ്റു പലരുമുണ്ട്. പിന്നീട് നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്രവുമായുള്ള പ്രത്യേക പ്രതിനിധി ഉണ്ടല്ലോ, അദ്ദേഹം ഓർമ്മ പങ്കുവെച്ചത് അന്ന് മൻമോഹൻ സിംഗ് ഈ സർവകക്ഷി പ്രമേയം എടുത്തു വെച്ച് വായിച്ച് ചിരിച്ചു എന്നാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് 60 മീറ്റർ മതി, കേരളത്തിൽ 30 മീറ്റർ മതി എന്നൊരു സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തു പോയി അറിയിക്കുകയാണ് എന്ന്. അപ്പോൾ ആ തീരുമാനങ്ങളിൽ സർവകക്ഷി യോഗമായതുകൊണ്ട് തന്നെ കൃത്യമായി രണ്ടുപേർക്കും ഉത്തരവാദിത്തമുണ്ട്. പിന്നീട് 2010 എങ്ങനെ 2010 VS ഇരിക്കുന്ന സമയത്ത് 45 മീറ്റർ ആക്കാനുള്ള തീരുമാനം രാഷ്ട്രീയമായി കൈക്കൊണ്ടു. പക്ഷെ സ്ഥലമേറ്റെടുപ്പ് മുന്നോട്ട് പോയില്ല. സ്ഥലമേറ്റെടുപ്പ് മുന്നോട്ട് പോകില്ല എന്നുള്ള സാഹചര്യത്തിലാണല്ലോ സർവകക്ഷി യോഗം ചേർന്ന് തീരുമാനമെടുക്കുന്നത്. സ്ഥലമേറ്റെടുപ്പ് മുന്നോട്ട് പോയില്ല. അതിന്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് രണ്ട് സർക്കാരുകളുടെ കാലത്തും വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ്. പൂർണ്ണാർത്ഥത്തിൽ ശരിയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം വന്ന പിണറായി വിജയൻ സർക്കാരിന് തന്നെയാണ് അതിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് എന്നുള്ളത്. പക്ഷെ അതുവരെയുള്ള ഉത്തരവാദിത്തം സമാനമല്ലേ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും കേരളത്തിൻ്റെ വികസനമാണ് 1-ാം നമ്പർ അജണ്ട. കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൽ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പരമാവധി ജനങ്ങൾക്ക് സൗകര്യമൊരുക്കുന്ന തരത്തിൽ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ, അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്ന കാര്യത്തിലെല്ലാം നല്ല പരിഗണന ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു താല്പര്യം. അതിനനുസരിച്ചാണ് മുന്നോട്ട് പോയത്. ഞാൻ മറ്റൊന്നും കാണിക്കാം. ദേശീയപാത വികസനം, സമയമില്ലാത്തത് കൊണ്ടാണ്. ദേശീയപാത വികസനം അട്ടിമറിച്ചത് BJP. 2018 സെപ്റ്റംബർ മാസം അന്നത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് അയച്ച കത്തിന്റെ കോപ്പി സഹിത ഈ വാർത്ത. അവരാവുന്ന പണി പരമാവധി നോക്കിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത, മനോരമയിൽ വന്ന ഒരു പടമാണിത്. കീഴടങ്ങിയില്ല കിയാറ്റൂർ. ഈ പടത്തിൽ നോക്കൂ നിങ്ങൾ. ഈ പറയുന്ന ഇവരുടെ BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട്. അതുപോലെ തന്നെ ആ സമരത്തിന്റെ തുടർച്ചയായി ഇന്ന് ഇപ്പോൾ ഈ ചടങ്ങിലിരിക്കുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി അന്ന് മണ്ണെടുത്ത് പോയതാ. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? കിയാറ്റൂരിലെ മണ്ണെടുത്തിട്ട് വലിയ നായകനായി പോയതാ. അങ്ങനെയൊക്കെ ഇവർ അട്ടിമറിക്കാൻ ശ്രമിച്ചതും ഈ നാട്ടിൽ ഇങ്ങനെ ഒരു വികസനം വരരുത് എന്ന് ശ്രമിച്ചതും ഒക്കെ ആയിരുന്നു ഈ BJPയും.
എന്നിട്ട് ഇപ്പോൾ ഉദ്ഘാടന സമയത്ത് വലിയ ന്യായം, ഞങ്ങളുടെ പണം, ഞങ്ങളുടെ കേന്ദ്ര പദ്ധതി എന്നൊക്കെ പറഞ്ഞു വരിക. ഈ കേന്ദ്രം എന്ന് പറയുന്നത് ആരാ? അവരുടെ ഖജാനയിൽ നിന്ന് പണം എടുത്ത് ഇങ്ങോട്ട് തരികയാണോ? എൻ്റെ കയ്യിൽ മറ്റൊരു കണക്കുണ്ട്. കേരളവും കേന്ദ്ര നികുതി വിഹിതവും തമ്മിൽ 9 വർഷത്തെ കണക്കാണ്. കേരളം നൽകിയ നികുതി 4.93 ലക്ഷം കോടി രൂപയാണ് ഈ 9 വർഷ കാലയളവിൽ. ഈ കേരളത്തിലെ ജനങ്ങളുടെ നികുതി അങ്ങോട്ട് വാങ്ങിക്കൊണ്ടുപോയതാണ് 4.93 ലക്ഷം കോടി. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ കേരളത്തിൽ നിന്ന് കേന്ദ്രം പിരിച്ചെടുത്ത ആകെ തുക തിരിച്ചു ലഭിച്ചതോ എല്ലാ ഇവരുടെ ഗ്രാൻഡും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് 3.08 ലക്ഷം കോടി നികുതി വിഹിതമായും മറ്റ് ഗ്രാൻഡുകളൊക്കെ ആയിട്ട് കേന്ദ്രം നമുക്ക് കേരളത്തിന് നൽകിയതായത്. അതായത് കേന്ദ്രം ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചത് 1.84 ലക്ഷം കോടി രൂപയാണ്. നമുക്ക് തരേണ്ട ഈ കേരളത്തിന്റെ വികസനത്തിനും കേരളത്തിന്റെ ക്ഷേമത്തിനും കേരളത്തിലെ ജനങ്ങൾക്കും വേണ്ടി ഇവിടേക്ക് തരേണ്ട പണമാണ് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. നമുക്ക് 62% പോലും പണം തരാത്ത തരത്തിലേക്കാണ് ഇവർ പോകുന്നത്. ഇതാ BJP. ഇങ്ങനെ ഇവിടെ നിന്ന് പണം പിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒരു വികസനവും നടക്കാത്ത, മുന്നേറ്റമില്ലാത്ത, പുരോഗതിയില്ലാത്ത BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് ഈ നാട്ടിൽ നിന്ന് പണം പിരിച്ചു കൊണ്ടുപോയി ഇവര്. എന്നിട്ടൊരു നാണവുമില്ലാതെ അതെ അതെ എല്ലാം കേരളത്തിന്റെ സമ്പത്ത് ഊറ്റിയെടുത്ത് മറ്റുള്ളിടത്തേക്ക് കൊടുക്കുക. ബ്രിട്ടീഷുകാര് നമ്മുടെ രാജ്യത്ത് നിന്ന് സമ്പത്ത് ഊറ്റി അവരുടെ നാട് വികസിപ്പിച്ചതുപോലെ, അവരുടെ സമ്പത്ത് വികസിപ്പിച്ചതുപോലെ കേരളത്തിന്റെ നികുതി വരുമാനത്തിന്റെ യഥാർത്ഥ അർഹതപ്പെട്ട വിഹിതം തരാതെ, നേരത്തെ സജീവൻ സാർ പറഞ്ഞതുപോലെ ആമയും മുട്ടയും ഈ കേരളത്തിനെ ആക്ഷേപിക്കാൻ കൊടുത്തയക്കുന്ന ഈ പറയുന്ന BJP, ആ BJPക്ക് എന്താണ് ഈ വികസനത്തിൽ പറയാനുള്ളത്? രാജ്യത്ത് ബദലായി തലയെടുപ്പോടുകൂടി സകല മേഖലയിലും ഇവരേത് കണക്ക് വെച്ചാലും ഏത് സൂചകങ്ങൾ വെച്ചാലും അതിൽ 1-ാം നമ്പർ നിൽക്കുക കേരളം. ആ സമയത്ത് ഈ ഫെഡറൽ സംവിധാനമാണല്ലോ നമുക്ക് ചില വികസനങ്ങളിൽ അവരുടെ അംഗീകാരവും അവരുടെ പിന്തുണയും ഒക്കെ വേണ്ടതുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്. അങ്ങനെയാണല്ലോ ഈ സംസ്ഥാനവും കേന്ദ്രവും ഒക്കെ. അവർ പണം തരുന്നില്ല എന്ന് മാത്രമല്ല അംഗീകാരവും തരുന്നില്ല പലതിലും. എന്തൊക്കെ ചെയ്ത് ഏതൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇവർക്ക് ഈ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന ഭൂമി ഏറ്റെടുക്കാൻ 25%-ലധികം പണം കൊടുത്തിട്ടാ നമ്മൾ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതത്തിന്റെ ശരാശരിയും നോക്കുകയാണെങ്കിൽ കേന്ദ്രവും തമ്മിലുള്ള ബന്ധം യാതൊരു മാനദണ്ഡങ്ങളിലും പെടുന്ന ഒന്നല്ല. നമ്മൾ അത്രമേൽ കൃത്യമായി ടാക്സ് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്, വലിയ അളവിൽ ടാക്സ് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന വിഹിതത്തിന്റെ കാര്യത്തിൽ എപ്പോഴും പിന്നിൽ നിൽക്കുന്നു എന്ന് നിരന്തരം പരാതികൾ ഉണ്ടാവുകയാണ്. കടമെടുപ്പിന്റെ പരിധിയിലാണെങ്കിലും സംസ്ഥാനത്തിനുള്ള വിഹിതത്തിന്റെ പേരിലാണെങ്കിലും ഒക്കെ കേന്ദ്രത്തിൽ നിന്ന് നിരന്തരം അവഗണന എന്ന വലിയ പരാതി കേരളത്തിന് കാലാകാലങ്ങളായുണ്ട്. അതിനിടയിൽ നോക്കൂ, നമ്മൾ അങ്ങോട്ട് അത്രയേറെ ടാക്സ് കൊടുക്കുന്ന ഒരു സംസ്ഥാനത്ത് ചെലവഴിക്കേണ്ടി വരുന്ന പദ്ധതിയുടെ കണക്ക് ഇന്നിപ്പോൾ 10,800 കോടിയുടെ കേന്ദ്ര പദ്ധതികൾ നമ്മുടെ അവകാശമാണെന്നേ NDAയുടെ പ്രചാരണ പരിപാടിയുടെ കൺവെൻഷന് തൊട്ട് മുൻപ് പ്രഖ്യാപിക്കുന്നതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പ് പരിപാടിയും രാഷ്ട്രീയ പ്രചാരണവും മാത്രമായി കാണാൻ കഴിയില്ല. നമ്മുടെ അവകാശമാണ്. എങ്ങനെയാണ് പിന്നെ ഇവിടെയുള്ളവർക്ക് പ്രാതിനിധ്യം കൂടി ഇല്ലാതെ ആ ചടങ്ങ് പൂർത്തീകരിക്കാൻ കഴിയുക? എല്ലാ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുടെ അവകാശം തന്നെയാണ്. അതിലൊന്നും ആർക്കും തർക്കമൊന്നുമില്ല. ഞാൻ അത് വേറെ ഇവിടെ 1-2 കാര്യങ്ങൾക്കൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ കേരളം മാത്രമാണ് ഈ നാഷണൽ ഹൈവേ പ്രോജക്റ്റിന് പണം കൊടുത്തിട്ടുള്ളത്, മറ്റുള്ള സംസ്ഥാനങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ള മട്ടിലുള്ള ചില പരാമർശങ്ങൾ കണ്ടു. ശരിയാണ്, കേരളമാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് സത്യം തന്നെയാണ്. 5,580 കോടി രൂപ കേരളത്തിന്റെ വിഹിതമായിട്ട് അവിടെ ഉണ്ട്. അത് എന്തുകൊണ്ടാണത്? ഈ വിഹിതം എന്ന് പറയുന്നത് എന്താണ്? ഈ ഡെവലപ്മെന്റിന്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുമ്പോ അതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന തുകയുടെ 25%. അതായത് ഇപ്പൊ കേരളത്തിൽ നടന്നിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ 70,000 കോടി രൂപയുടെ പ്രവർത്തനമാണ്. അതില് സ്ഥലം ഏറ്റെടുക്കലിന്റെ 25%, 1/4 ഭാഗം, അതാണ് കേരളം കൊടുത്തിരിക്കുന്നത്. കേരളത്തിന്റെ കൂടുതലാണ്. എന്തുകൊണ്ടാണത്? കാരണം കേരളത്തിലെ സ്ഥലത്തിന്റെ വില കൂടുതലാണ്. സ്വാഭാവികമായിട്ട് ആ ക്വാണ്ടം കൂടും. അതേപോലെ തന്നെ ഹരിയാന കൊടുത്തിട്ടുണ്ട്. ഹരിയാന 3,214 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ഉത്തർപ്രദേശ് 2,300 കോടി കൊടുത്തിട്ടുണ്ട്. കാരണം അവിടുത്തെ സ്ഥലത്തിന്റെ വില കുറവാണ്. ശ്രീ ഷാബു പ്രസാദ് മുട്ടായുക്തിയാണ് എന്നതുകൂടി ആലോചിക്കണം. കേരളത്തിൽ ഭൂമി എടുക്കണമെങ്കിൽ കേരളത്തിലെ വില കൊടുക്കണ്ടേ? ഞങ്ങൾ ബീഹാറിലെ ഭൂമിയുടെ വിലയെ കേരളത്തിൽ കൊടുക്കൂ എന്ന് പറയുന്നത് എത്ര നടക്കാത്ത കാര്യമാണ്. എന്തൊരു ഉട്ടോപ്യൻ യുക്തിയാണ്.
കേരളത്തിലെ വില തന്നെ കൊടുക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ആ വില അല്ല അത് കൂടുതലായതുകൊണ്ടാണ് സംസ്ഥാനം കൊടുക്കണോ? അങ്ങനെയാണെങ്കിൽ അത് സംസ്ഥാനം കൊടുക്കണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ദേശീയപാതയുടെ മുഴുവൻ ക്രെഡിറ്റും കേന്ദ്രത്തിന് എടുക്കാൻ കഴിയുക? പറയുന്നത് അല്ല, ഇവര് തന്നെയാണല്ലോ പറഞ്ഞത് ദേശീയപാത ആ മുതൽ ഖ വരെയും ക മുതൽ ഖ വരെയും കേന്ദ്രത്തിന്റെയാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞത് ഇവര് അത് തന്നെയാണല്ലോ. നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഞാനല്ലല്ലോ പ്രശ്നമാണ്. പറഞ്ഞത്. DPR തയ്യാറാക്കുന്നത് ആരാണ്? നിർമ്മാണ പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരാണ്? ഇടിഞ്ഞു വീഴാൻ ഉതകുന്ന പാകത്തിൽ ആ ഡിസൈൻ ഉണ്ടാക്കിയതും അതിന്റെ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയതും ആരാണ്? സ്ഥലം ഏറ്റുകൊടുത്തുകൊണ്ടാണോ ഇടിഞ്ഞു വീണ പോയത്? നിക്കൂ മാധു, ആവശ്യം ഒന്ന് കുറയ്ക്കൂ. അതായത് ഈ ദേശീയപാത വികസനം എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളത്തിലെ 600 കിലോമീറ്റർ സ്ട്രെച്ച് മാത്രം നടക്കുന്ന കാര്യമല്ല. ഭാരത്മാല പ്രോജക്ടിന്റെ ഭാഗമായി മുംബൈ മുതൽ കന്യാകുമാരി വരെയുള്ള 1200-1500 കിലോമീറ്ററോളം ഉള്ള ആ വലിയ ശൃംഖലയുടെ ഭാഗമാണ് കേരളം. ഈ രാജ്യം മുഴുവൻ നടക്കുന്നുണ്ട്. അല്ല, ഈ മഹാരാഷ്ട്രയിൽ അങ്ങ് പറഞ്ഞല്ലോ മുംബൈ മുതൽ, ശരി, മഹാരാഷ്ട്രയിൽ എത്ര കോടി രൂപ കേന്ദ്ര സർക്കാർ ചെലവാക്കിയിട്ടുണ്ടെന്ന് അങ്ങേക്കറിയാമോ? നമ്മൾ അങ്ങോട്ട് ഏറ്റവും കൂടുതൽ പണം കൊടുത്തു എന്ന് അങ്ങ് സമ്മതിച്ചല്ലോ, ശരിയാണ്. കേരളത്തിൽ പിന്നെ ഹരിയാന കൊടുത്തിട്ടുണ്ട് 3114 കോടി രൂപ, ഉത്തർപ്രദേശ് കൊടുത്തിട്ടുണ്ട് 2301 കോടി രൂപ, ബീഹാർ കൊടുത്തിട്ടുണ്ട് 733 കോടി രൂപ, ഡൽഹി കൊടുത്തിട്ടുണ്ട്. എന്റെ കയ്യിൽ കൃത്യമായ കണക്കുണ്ട്. ഈ ഇടങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാർ അതിന്റെ ഭാഗമിടുന്നുണ്ടല്ലോ. അത് എത്ര കോടിയാണ് എന്ന് അങ്ങേക്കറിയാമോ? എന്തെങ്കിലും അനുപാതം അതിലുണ്ട് എന്നറിയാമോ? അവിടെയൊക്കെ കേന്ദ്ര സർക്കാർ വലിയ തോതിൽ പണം ചെലവാക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ ഏറ്റവും പിന്നിലാണത്. കണക്ക് ഞാൻ വായിക്കണോ? ഞാൻ പറയാം. ഇപ്പൊ ഡൽഹിയിലും ബീഹാറിലും അവിടെ എത്ര കൊടുത്തിട്ടുണ്ടെന്നുള്ളത്, അവിടെ എത്ര ചെലവാക്കിയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. അങ്ങാണല്ലോ കണക്ക് പറഞ്ഞു തുടങ്ങിയത്. അതെന്താ കേരളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ, മറ്റുള്ളവര് കൊടുത്തിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങല്ലേ? അപ്പൊ മുഴുവൻ കണക്ക് പറയണ്ടേ? അല്ലെ തെറ്റിദ്ധരിക്കപ്പെടില്ലേ മനുഷ്യര്? ഇല്ല, കേരളത്തിൽ 67,000 കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട്. കേരളത്തിൽ 1 കിലോമീറ്റർ പാത പണിയാൻ, നിതിൻ ഗഡ്കരി പാർലമെന്റ് പറഞ്ഞാണ്, കേരളത്തിൽ 1 കിലോമീറ്റർ പാത പണിയാൻ 100 കോടി രൂപ വേണം. 100 കോടി. കാരണം കേരളത്തിൽ ഇവിടെ ചെലവ് കൂടുതലാണത്. ഇപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല, കേരളത്തിൽ ദേശീയപാത പണിയാൻ ഞങ്ങൾക്ക് പാങ്ങില്ലെന്നങ്ങ് പറയണമെന്നേ. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരു കാര്യം, ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് പറഞ്ഞതും ഈ വസീഫ് പറഞ്ഞതും ഞാൻ 100% അംഗീകരിക്കുകയാണ്. അതായത് കേരളത്തിൽ LDF സർക്കാർ വന്നത് കൊണ്ട് തന്നെയാണ് ഈ പാത വന്നത് എന്നുള്ളത് സത്യമാണത്. കാരണം ഇപ്പൊ LDF സർക്കാർ അല്ല, UDF സർക്കാർ ആയിരുന്നു ഇരുന്നെങ്കിൽ ഈ പാതയുടെ പണിയുടെ ഓരോ ഘട്ടത്തിലും ഇവർ കേരളം കത്തിക്കുമായിരുന്നു. ഇവിടെ ഈ മലപ്പുറം ജില്ലയിൽ ഇവർ സമരം ചെയ്തതാണ്. ഇപ്പൊ മാധു ഇവിടെ പറഞ്ഞതുപോലെ തന്നെ 30 മീറ്റർ മതി, ഞങ്ങൾക്ക് ഈ വീതി മതി എന്ന് LDF-ഉം UDF-ഉം ഒരുപോലെ അഭിപ്രായം പറഞ്ഞത്. അഭിപ്രായ ഐക്യത്തോടെ പറഞ്ഞ അപൂർവം സന്ദർഭങ്ങളിലൊന്നും ഞങ്ങൾക്ക് അങ്ങനെ തീരുമാനമെടുത്തു. ഈ സർവകക്ഷി യോഗം എന്ന് പറയുന്നത് LDF-ഉം UDF-ഉം മാത്രമുള്ളതല്ല, എല്ലാ കക്ഷികളുടെയും അഭിപ്രായം അതിലുണ്ട്. എല്ലാ കക്ഷികളുടെയും അഭിപ്രായം അതിലുണ്ട്. പിന്നീട് 2010 തിരുത്തുന്നുണ്ട് ശ്രീ ഷാബു പ്രസാദ്. 45 മീറ്റർ ആക്കാമെന്ന് 2010 തീരുമാനമെടുക്കുന്നുണ്ട്. അപ്പോഴും അതേ സർക്കാർ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ കേരളത്തിലെ ഈ LDF ഭരിക്കുന്ന ഇപ്പൊ ഒരു കാര്യമുണ്ട്, ഞാനും അംഗീകരിക്കുന്നത്. ഈ കേരളത്തിലെ അതിവേഗ പാത 6 ലൈൻ ട്രാഫിക് എന്ന ഐഡിയ ആദ്യം കൊണ്ടുവരുന്നത് 10-22 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട ഇവിടെ ജനങ്ങളുടെ അഭിപ്രായം കൈക്കൊള്ളാതെ തീരുമാനമെടുത്ത് ബുൾഡോസർ കിട്ടുന്ന പരിപാടി ഇല്ലാതായി പോയി. ഇവിടെ ഡബിൾ എഞ്ചിൻ ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും ജനങ്ങളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് വേണ്ട തീരുമാനമെടുക്കാൻ. ഇവിടെ അങ്ങനെയാണ് സർവകക്ഷി യോഗത്തിൽ അങ്ങനെ തീരുമാനമെടുക്കുന്നത്. അത് ജനാധിപത്യമുള്ളത് കൊണ്ടാണ്. മാധു, അന്ന് ഇവർ പറഞ്ഞത് 22 വർഷം മുമ്പ് മുനീറും അന്നത്തെ UDF സർക്കാർ ഈ ആശയം കൊണ്ടുവന്ന സമയത്ത് ഒരു വൻമതിൽ വരുന്നു കേരളത്തെ പിളർക്കാൻ, രാമൻ നായരുടെ പശുവിനെ അപ്പുറത്ത് കൊണ്ടുപോയി കെട്ടാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഈ കേരളം മുഴുവനും ബഹളം വെച്ചവരാണ് അവർ. അതേ കാര്യമാണ് അവർ. അതുകൊണ്ടാണ് പറഞ്ഞത്. അതേസമയം ഇപ്പം അവർ തന്നെ ഭരിക്കുമ്പോൾ അവർക്ക് സമരം ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ പാതയുടെ ക്രെഡിറ്റ്, ഈ പാത പൂർത്തിയായതിന്റെ ക്രെഡിറ്റിന്റെ വലിയൊരു ഭാഗം LDF-ന് അവകാശപ്പെട്ടതാണ്. പിന്നെ ഈ ഉദ്ഘാടനങ്ങളിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസ് കോഴിക്കോട് ഒരു റോഡ് ഷോ നടത്തി. അതിന്റെ ഓട ഇപ്പോഴും അടച്ചിട്ടില്ല, പണി പൂർത്തിയായിട്ടില്ല. ഒക്ടോബർ 30-ന് ഈ പുതിയ പാളയം മാർക്കറ്റ് എന്നും പറഞ്ഞിട്ട് ഇവിടെ തുറന്നു. ആ പുതിയ മാർക്കറ്റിലേക്ക് പാളയത്തെ ഒരൊറ്റ ഷോപ്പ് മാറ്റിയിട്ടില്ല. അതിപ്പോ തെരുവ് നായ്ക്കളുടെ പ്രസവാർഡാണിത്. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതിന്റെ അകത്ത് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല, രാഷ്ട്രീയമാണ്.
ജനങ്ങൾ അത്യാവശ്യം തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഒക്കെ ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു, ഞങ്ങൾ അതൊക്കെ ചെയ്യുന്നു. അല്ല, അതിപ്പോ ഈ പറയുന്ന ഉദ്ഘാടനം, ഇന്ന് നടന്ന ഉദ്ഘാടനവും ദേശീയപാത അവിടെ മുതൽ ഇങ്ങോട്ട് പൂർണ്ണാർത്ഥത്തിൽ പൂർത്തിയായിട്ടല്ലല്ലോ. എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാകും, സ്വാഭാവികം. പക്ഷെ ആ രാഷ്ട്രീയം നടപ്പിലാക്കുമ്പോൾ മറ്റുള്ളവരുടെ അഭിമാനത്തെ മുറിപ്പെടുത്തത് എന്നേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇടവേള അല്ല, ഞാൻ പറയട്ടെ, ഇവിടെ ഇപ്പൊ കോഴിക്കോട്ടെ ഇന്ന് കോഴിക്കോട്ട് ഒരു ലാബ് പ്രതീകാത്മകമായിട്ട് തന്നെ BJP ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നാളെ ആരോഗ്യമന്ത്രി ഇനാഗ്രേറ്റ് ചെയ്യാനിരുന്ന സംഭവമാണത്. 100% കേന്ദ്ര ഫണ്ടിങ്ങിൽ നടക്കുന്ന ഇതാണത്. എന്നിട്ട് ആ ലാബാണത്. അതിന്റെ എന്തെങ്കിലും ഇവര് കേന്ദ്ര ഗവൺമെന്റിനെ പരാമർശിച്ചിട്ടുണ്ടോ, ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ ഇവിടെ ഉണ്ട് മാധു. ഇത് ഇവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും എപ്പോഴും അതിൻ്റെ അകത്ത് രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ അകത്ത് രാഷ്ട്രീയ സാധ്യതകൾ തേടും. ഭരിക്കുന്ന സർക്കാരാണെങ്കിൽ അവരുടെ രാഷ്ട്രീയ ഗുണം അവർ നോക്കും. അത് LDF ആയാലും UDF ആയാലും BJP ആയാലും. ഇവർ ഈ കൊച്ചി മെട്രോയുടെ 90% പൂർത്തിയായത് ഉമ്മൻചാണ്ടിയുടെ കാലത്താ, അല്ലെന്ന് പറയാൻ പറ്റുമോ? പക്ഷേ ആ മെട്രോയുടെ ഉദ്ഘാടന വേദിയിലേക്ക് ഉമ്മൻചാണ്ടിയെ വിളിച്ചോ ഇവര്? ഇല്ലല്ലോ. എന്താ വിളിക്കാതിരുന്നത്? എന്താ വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റിന്റെ അത് നല്ലൊരു ശതമാനം ഞാൻ കൊടുക്കുന്നു, ആത്മാർത്ഥമായിട്ട് ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അല്ല, അതിപ്പോ കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടല്ലോ. അല്ല, അത് ഇങ്ങനെ ഒരു വിവാദം സംസ്ഥാനത്ത് ഉയർന്നു വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതൊന്ന് ലഘൂകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ലേ? ശരി. അല്ല, ഇത് നോക്കൂ, സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇത് CPM-ഉം BJP-യും തമ്മിലുള്ള പ്രശ്നം എന്നതിനപ്പുറത്ത് കേന്ദ്രം സംസ്ഥാനത്തെ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ള വിഷയമാണ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ മന്ത്രിമാർ തന്നെയാണ്. ആ നിലയ്ക്ക് അതിനെ കാണുകയും വേണം. ഇവർ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്ഥിരം പ്രയോഗിക്കുന്ന ആയുധങ്ങൾ തിരിച്ചവർക്ക് കിട്ടിയപ്പോ ഇപ്പൊ കിടന്ന് കൊല്ലുന്നേന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, കേരളം കേന്ദ്രത്തെ അവഗണിച്ചു എന്നാണ് നിലവിലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ശരി, കേരളം ഇനി കേന്ദ്രത്തെ അവഗണിച്ചു എന്നാണ് അങ്ങയുടെ പരാതിയെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ? ശ്രീ രാജു പി നായർ, ശരിയാണ്, ദേശീയപാതയുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും വലിയ തോതിൽ വികസനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന നിലയ്ക്ക് LDF ഉയർത്തി കാണിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നത് രാഷ്ട്രീയം വെച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ഒരു രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് UDF-ന്റെ, ശരിയാണ്. പക്ഷെ ഇതിപ്പോ കേവലം അത്തരത്തിലുള്ള രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കപ്പുറത്തേക്ക് ഒരു സംസ്ഥാനം അതിന്റെ സ്വത്വം നേരിടുന്ന ഒരു പ്രശ്നം, ഒരു വെല്ലുവിളി, ഒരു നിരന്തരമായ ഒഴിവാക്കൽ എന്ന നിലയ്ക്ക് അഡ്രസ് ചെയ്യപ്പെടേണ്ടതല്ലേ? മാധു അപ്ഡേറ്റഡ് അല്ലാന്ന് തോന്നുന്നു. കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ ദേശീയപാത വലിയ നേട്ടമായിട്ട് പറയുന്നില്ല. കാരണം തുടരെ മാലപ്പടക്കം പോലെ കൂരിയാട് മുതൽ ഇങ്ങോട്ട് പൊട്ടി നിലത്തേക്ക് വീണപ്പോൾ പിന്നെ വലിയ അവകാശമാകുന്നില്ല. അപ്പോഴാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പിണറായി വിജയൻ ആ മുതൽ ലക്ഷ വരെ അങ്ങ് ദേശീയപാതയാണ്, ഞങ്ങൾക്കൊരു റോളും ഇല്ലാന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഇട്ട റീലുകളൊക്കെ മുക്കുകയും മറക്കുകയും ചെയ്ത്. അതുകൊണ്ട് മാധു കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആവാനുണ്ട്. അല്ല, ശ്രീ രാജു പിന്നാർ ശരി, ഇത്തിരി അപ്ഡേഷൻ ഇഷ്യൂ ഉണ്ടെന്ന് വിചാരിച്ചോ, ഞാൻ അതിൽ തർക്കത്തിനില്ല, പോട്ടെ. കേരളം അതിന്റെ അവകാശപ്പെടുന്നത് എന്താണ്? ഈ പദ്ധതി വീണ്ടും തുടങ്ങാൻ കാരണമായത് ഞങ്ങളുടെ ഇച്ഛാശക്തി എന്നാണ് LDF അവകാശപ്പെടുന്നത്. അത് എന്റെ അവകാശവാദം അവിടെ നിൽക്കട്ടെ, എനിക്കതിൽ പ്രശ്നമില്ല, ഞാൻ മത്സരത്തിനില്ല, നിങ്ങളൊക്കെ വലിയ അപ്ഡേറ്റഡ് ആയ ആളുകൾ. പക്ഷേ LDF-ന്റെ അവകാശവാദം എന്ന് പറയുന്നത് ഇട്ടിട്ട് പോയാ ഇനി നടക്കില്ല എന്ന് വിചാരിച്ച പദ്ധതി തുടങ്ങാൻ കഴിഞ്ഞു എന്നതാണ്. മാധു, ഞാൻ അതിന്റെ ഒരു ഈ സർക്കാരിനോടുള്ള വിമർശനം ഞാൻ മാധുവിന്റെ പറഞ്ഞപ്പോൾ ഒരു സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞോളൂ. അത് മാധുവിനെ ഞാൻ അപമാനിക്കാൻ. രണ്ടാമത്തെ കാര്യം, ഇവിടെ എന്താ പ്രശ്നം ഞാൻ പറയട്ടെ, അത് വിട്ടുകളാ. നമ്മൾ എങ്ങനെയൊക്കെയല്ലേ സർക്കാസം പറയുന്നത്, അത് വിട്ടുകളാ. ഇപ്പൊ എന്താന്ന് വെച്ചാല് ഈ സർക്കാർ ഇപ്പൊ വലിയ അവകാശവാദം പറയുന്നു. ഇപ്പൊ എന്താ പറയുക, ചില പണ്ട് ട്രോളുകൾ ഉണ്ടായിരുന്നു, എല്ലാ തടസ്സങ്ങളും മാറിയതുകൊണ്ട് ഞങ്ങൾ തീർത്തു. അപ്പൊ അടുത്ത ആൾ ചോദിച്ചു ആരായിരുന്നു തടസ്സം? ഞങ്ങൾ തന്നെയായിരുന്നു തടസ്സം. ഗെയിൽ പൈപ്പ് ലൈനിന്റെ ഇതിനെതിരെ സമരം ചെയ്തത് P. രാജീവായിരുന്നു. കൊച്ചി മെട്രോയ്ക്കെതിരെ സമരം ചെയ്തത് CPM P. രാജീവ് ഉൾപ്പെടെയായിരുന്നു കേരളത്തിൽ, ഇല്ലേ? വിമാനത്താവളങ്ങൾക്കെതിരെ സമരം ചെയ്തത് ഇവരായിരുന്നു. ഹൈവേക്കെതിരെ സമരം ചെയ്തത് ഇവരായിരുന്നു. ഇവർ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക്, കാരണം ഞങ്ങൾക്ക് ജനാധിപത്യ ബോധമുണ്ട്, ഞങ്ങൾ സർക്കാരുകൾ തുടർച്ചയാണെന്നുള്ളതും ഞങ്ങൾ എടുത്ത നിലപാടിൽ നിന്നും മാറ്റം ഉണ്ടാവേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇവർ അവസാനം ഇത് തുടങ്ങിയപ്പോൾ ഞങ്ങൾ സമരത്തിന് പോയില്ല, അത് നിർവഹിക്കട്ടെ എന്നുള്ളത് തന്നെ പറഞ്ഞു. കാരണം ഞങ്ങളാണ് 45 മീറ്ററിൽ ഈ ദേശീയപാത ഉണ്ടാക്കാൻ ഞങ്ങളാണ് ശ്രമിച്ചത്, ഞങ്ങളാണ് തീരുമാനം എടുത്തത്. അതിൻ്റെ കോമ്പൻസേഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ മാധു ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് ഞാനത് പിന്നെ അതിനകത്തേക്ക് പോകുന്നില്ല. അതെല്ലാം പക്ഷെ എന്താ, രാഷ്ട്രീയ അമാന്യത CPM-ഉം അതുപോലെ തന്നെ BJP-യും ഒരേപോലെ കാണിക്കുകയാണ്.
ഇവിടെ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള ഉദ്ഘാടനത്തിന്റെ സമയത്ത് ഇവർ കാണിച്ച രാഷ്ട്രീയ അമാന്യത എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കത് ഓർമ്മ വന്നുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ മറ്റൊന്നും കൂടിയുണ്ട്. അമേരിക്കയുടെ മുമ്പിൽ നരേന്ദ്രമോദി പോയിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ കൂരിയാട് മുതൽ ഏകദേശം 100ഓളം പോയിന്റുകളിൽ ഈ ഹൈവേ ഇടിഞ്ഞു വീണില്ലേ? ഈ കേരള സർക്കാരിന് ഒരൊറ്റ പരാതി ഉണ്ടായിരുന്നോ? ഒരൊറ്റ പരാതി. അഴിയൂര് അദാനി ഏറ്റെടുത്തത് 1828 കോടി രൂപയ്ക്ക് ഏറ്റെടുത്ത പദ്ധതി 927 കോടിക്ക് സബ്ലീസ് ചെയ്തു. 900 കോടിയുടെ അഴിമതി ഉണ്ടായി. കേരളത്തിലെ സർക്കാരിന് ഒരു പരാതി ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ ഹൈവേയുടെ പേരിൽ നടക്കുന്ന അഴിമതി, അശാസ്ത്രീയമായ നിർമ്മാണം, അത് തകർന്നു വീഴുന്നതിനെ രാഷ്ട്രീയമായ ആരോപണം ഉന്നയിച്ചതെങ്കിൽ കേരളത്തിന്റെ സ്വത്തം മാധു പറഞ്ഞ് നിലനിൽക്കുമായിരുന്നു. കേരളത്തിന്റെ സ്വത്തം നിലനിൽക്കുമായിരുന്നു. അവർ വന്നിട്ട് മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരെയും ഒഴിവാക്കട്ടെ, പക്ഷെ രാഷ്ട്രീയമായി കേരളം ഈ കേന്ദ്രത്തിന്റെ അഴിമതിക്കെതിരെ നിന്നു എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത മുഹമ്മദ് റിയാസ് എന്താ ചെയ്തത്? പട്ടും ഉപഹാരവുമായിട്ട് നിതിൻ ഗഡ്കരി എടുത്ത് പോയി അഭിനന്ദിക്കുക ചെയ്ത അല്ലേ? രാഷ്ട്രീയമായ കീഴടങ്ങലായിരുന്നില്ലേ? നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ അഴിമതി നടന്നിട്ട് ഒരു സർക്കാരിന് ഒരു പരാതി ഉണ്ടായില്ല. ഉണ്ടെങ്കിൽ വസീഫ് പറയട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ പൊതുമരാമത്ത് മന്ത്രിയോ ഈ അഴിമതിക്കെതിരെ, അദാനി നടത്തിയ അഴിമതിക്കെതിരെ, ഈ ഹൈവേയിൽ ഉണ്ടായ വീഴ്ചകൾക്കെതിരെ കേന്ദ്രത്തിൽ ഒരൊറ്റ കത്ത് ഇവരയച്ചു എന്ന് പറയട്ടെ. രാഷ്ട്രീയമായി കേരളത്തെ നരേന്ദ്രമോദിയുടെ മുന്നിൽ കൂനിവെച്ച് പറയട്ടെ രാഷ്ട്രീയമായിട്ട് കേരളത്തെ നരേന്ദ്രമോദിയുടെ മുന്നിൽ അടിയറ വെച്ചതിന്റെ ഫലമാണിത്. അടിയറ വെച്ചതിന്റെ ഫലമാണിത്. ഇനി എന്റെ അവസരം രാജുചേട്ടാ, ഇനി എന്റെ അവസരം. അത് ഞാൻ പറയാം. ഒന്ന്, ഈ ഉമ്മൻചാണ്ടിയുടെ മഹിമയാണല്ലോ പറയുന്നത്. ആ വിഷുവിന് എയർ കേരള പറഞ്ഞവരായി ഇവര്. ഇപ്പൊ കോട്ടയത്ത് ചെന്നാൽ അവിടെ നഗരത്തിലുണ്ട് ഒരു ആകാശപാത. ഒന്ന് പോയി കാണണം. എന്നെ കേൾക്കുന്ന കോട്ടയംകാര് ഇവരോടൊന്ന് സംസാരിക്കണം. ഇവരുടെ വികസന പദ്ധതികളും ദീർഘവീക്ഷണവും. ഒരാളും സമരം ചെയ്തിട്ടല്ലോ വെച്ചത്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ആകാശപാത കോട്ടയത്ത്. പിന്നെ നിങ്ങളുടെ MP-മാരുടെ പണി എന്താ? ഒരു പണിയില്ല. നമുക്കറിയാം. അവരാരെങ്കിലും ഒരു ലൈസൻസായി കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പണം വാങ്ങിയെടുക്കാൻ വല്ല ഇടപെടലും നടത്തിയോ? ഈ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്ത് ഓട്ടോമാറ്റിക് എല്ലാത്തിനും ഇങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് വളവള പറഞ്ഞു പോകല്ലേ. പിന്നെ തുരങ്കപാത കേരളയിൽ എല്ലാം സമരം ചെയ്തവരാ നിങ്ങള്. എല്ലാം സമരം ചെയ്തവരാ നിങ്ങള്. നിങ്ങൾ പണത്തിന് വേണ്ടി, നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവരാ. അതിന് കരാർ ഒപ്പിച്ച് നടക്കുന്നവരാ നിങ്ങൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസനം മാത്രമാണ് അജണ്ട. ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം കിട്ടിയതിനു ശേഷം പറഞ്ഞാണ് യാഥാർത്ഥ്യം. അദ്ദേഹം സമ്മതിക്കുകയാണ് ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പരിപാടിയാണ്, തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് എന്ന് ഷാബു പ്രസാദ് ഇവിടെ പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇത് സംസ്ഥാനത്തിനോ കേന്ദ്രത്തിനോ അവകാശപ്പെട്ടതാണോ ഒക്കെ ചോദിക്കുമ്പോൾ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ജനങ്ങൾ ഈ കേരളത്തിലുള്ള ആളുകൾ പോലും മലയാളികളെ പൊതുവായും കേരളം എന്ന സംസ്ഥാനത്തെ ബഹുമാനത്തോടു കൂടി അഡ്രസ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുകൂടി പറഞ്ഞ ഈ ചർച്ച നമ്മൾ പൂർത്തിയാക്കുകയാണ്. Debate with Madhu Saji.